പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മക്കുറിപ്പുകളുമായി ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി സാമുവേൽ അവറുകളാണ്. കർത്താവിന്റെ ദാസനെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ആമേൻ അനേക പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്ന്, തീയിൽ നിന്ന് ആമേൻ ജീവങ്കലേക്ക് നടത്തിയ കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ പി ആശാരി അവറുകളുടെ മരുമകനായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവകൃത്യനാണ് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ തീർത്തും തികച്ചും ആമേൻ വ്യത്യസ്തമായ ആമേൻ ആ സാക്ഷ്യം നിങ്ങൾക്ക് അത് വളരെ പ്രചോദനവും അനുഗ്രഹവുമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക, കേൾക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി സാമുവേൽ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ ദാസൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്റർ? ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് പി ശ്യാമേൽ എന്നാണ്. ഞാനിപ്പോൾ തിരുവല്ലയിൽ നിന്നാണ് ഈ അരോമ ടിവിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ ഭാര്യയുടെ പേര് സാറാമ്മ ശ്യാമുവേൽ. ഞങ്ങൾക്ക് 3 മക്കളെയാണ് ദൈവം തന്നിരിക്കുന്നത്. 2 ആൺകുഞ്ഞുങ്ങളും ഒരു പെൺകുഞ്ഞും. അവരുടെ 3 പേരുടെയും വിവാഹം കഴിച്ചു. മൂത്ത മകന് 2 കുഞ്ഞുങ്ങൾ, രണ്ടാമത്തെ മകന് കുഞ്ഞുങ്ങളായില്ല, മകൾക്ക് കുഞ്ഞുങ്ങളായില്ല. മകൾ കുടുംബം കർത്താവിന്റെ വേലയിൽ ഇപ്പോൾ പത്തനാപുരത്തൊരു സഭയുടെ ചാർത്തിരിക്കുന്നു. രണ്ടാമത്തെ മകൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. അവരുടെ ഭാര്യ അയർലൻഡിലാണ്. മൂത്ത മകൻ കുടുംബം അയർലൻഡിൽ അവരുടെ ജോലിയുടെ ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലൂടെ ആയിരിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇപ്രകാരം സമയം ചിലവഴിക്കാൻ കടന്നു വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് കർത്താവിന്റെ ദാസൻ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന്റെ ദാസനെ തുടർമാനമായിട്ട് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് കർത്താവിൽ വിശ്രമിക്കുന്നതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ആശാരി അവറുകളുടെ നല്ല ഓർമ്മകള്, ശുശ്രൂഷയുടെ തലങ്ങള് ഒക്കെ ദൈവദാസനിലും കർത്താവ് ഒത്തിരി പകർന്നു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആകയാൽ ആ നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. തുടർന്ന് കർത്താവിന്റെ ദാസൻ സംസാരിക്കാം. കർത്താവിന്റെ അതിമഹത്വമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, വിശേഷിയാൽ അരോമ ടിവിയുടെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ കുടുംബം, സഹപ്രവർത്തകരെ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ എന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തെ ഞാൻ വളരെ വിലപ്പെട്ടതായി കരുതുന്നു. ഇങ്ങനെ ഒരു പരിചയം എനിക്കില്ല. ഞാൻ സൂം മീറ്റിംഗിൽ നടത്തിയിട്ടുണ്ടെങ്കിലും സിസ്റ്റമാറ്റിക്കായി ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാനോ വലിയ പ്രസംഗങ്ങൾ നടത്തുവാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാനൊരു സാധാരണ ലോക്കൽ സഭയുടെ പാസ്റ്ററാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെങ്കിൽ മറ്റു സാക്ഷ്യങ്ങൾ പോലെ ഗംഭീരമായ ഒരു സാക്ഷ്യം അല്ലെങ്കിലും കർത്താവിൽ നിന്ന് ഞാൻ അനുഭവിച്ചതും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞതുമായ ചില എളിയ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാനാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. പ്രാരംഭത്തിൽ തന്നെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ കാരണമായി തീർന്നതിനെ കുറിച്ചും കർത്താവ് എന്നെ വിളിച്ചതിനെ കുറിച്ചും എൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യിരെമ്യാ പ്രവചനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഞാനിവിടെ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടാകുന്നതെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്.
നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നു യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതിയുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഈ വാക്യം വായിച്ചതിന്റെ സാരം, എന്റെ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ദൈവകൃപയാൽ ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിരണം എന്ന ചെറിയ വില്ലേജിലാണ്, ഗ്രാമത്തിലാണ്. എന്റെ മാതാവും പിതാവും പെന്തക്കോസ് അനുഭവസ്ഥരായിരുന്നു. അവര് പെന്തക്കോസ് കുടുംബമായതുകൊണ്ട് തന്നെ എൻ്റെ ജനനം മുതൽ ഞാൻ പെന്തക്കോസ് അനുഭവത്തിൽ തന്നെയാണ്. അപ്പോ ഞങ്ങളുടെ നാടിനെ കുറിച്ചൊക്കെ സാധാരണ എല്ലാവരും പറയുന്നത് തോമസ് ലീഗയാൽ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ സ്ഥലമാണെന്നാണ്. ആ ദേശത്ത് പെന്തക്കോസ്തിന്റെ പ്രാരംഭകാല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും കൂടെ എൻ്റെ സാക്ഷ്യത്തിന് മുമ്പ് ഒന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. ആരംഭകാല വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ പിതാവും ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിന്റെ വീട് തിരുവമ്പണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പിതാവ് ഒരു മാർത്തോമ സഭയുടെ അംഗവും എൻ്റെ മാതാവ് ജ്ഞാനായ യാക്കോബ സഭയുടെ അംഗവുമായിരുന്നു. അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷമാണ് അവരുടെ വിവാഹം നടന്നത്. അപ്പോൾ എൻ്റെ പിതാവ് നിരണത്ത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായ കാലത്ത്, ആ കാലത്തെ ഒരു യൗവനക്കാരന്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടെ അന്നിറങ്ങിയ ഹിപ്പിസം, അതുപോലെ തന്നെ കപ്പട മീശയും വീതുളി പോലുള്ള കൃതാവും ഒക്കെ വെച്ച് ഒരു റൗഡി ലുക്കിലൊക്കെ നടന്നിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ നടക്കുന്ന കാലത്ത് നിരണത്ത് തോട്ടടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് അത് എൻ്റെ വീടിനടുത്ത് തന്നെ കൈപ്പള്ളിമാലിൽ വക്കീൽ സാറിന്റെ വീട് വാടകയ്ക്കെടുത്ത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കരുവാറ്റ തോമാച്ചൻ എന്ന് പറയുന്ന അനുഗ്രഹീത കർത്തൃദാസനും കുടുംബവും വാടകയ്ക്ക് ആ വീട്ടിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന കാലത്ത്, അന്നൊന്നും എൻ്റെ പിതാവ് വിശ്വാസത്തിലല്ല, മാർത്തോമാ സഭയുടെ അംഗമാണ്. എൻ്റെ പിതാവിന് അവര് 5 പേരാണ്, അല്ലെ 8 പേരാണ്. 5 ആണുങ്ങളും 3 പെൺമക്കളും. അതിൽ 4മനായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ എൻ്റെ പിതാവ് ലോകപരമായ രീതിയിൽ തന്നാലാവോളം അന്നത്തെ ചെറുപ്പക്കാരുടെ എല്ലാ സ്വഭാവത്തോടു കൂടെയാണ് ജീവിച്ചിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് അറിയുവാനിടയായി തീർന്നത്. എൻ്റെ പിതാവിന്റെ ആ കാലത്തെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിവരണം പറഞ്ഞത്. അപ്പോ ഈ കരുവാറ്റ തോമാച്ചായൻ എന്ന് പറയുന്ന പിതാവ് തന്റെ കുടുംബത്തോടൊപ്പം കൈപ്പള്ളിമാലി വീട്ടിൽ താമസിച്ച്, അറയും നിലയുള്ള വീടാണ്, വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അത് വക്കീൽ സാറിന്റെ വീടാണ്. ആ വീട്ടിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ ആരംഭിച്ചു. ആ കാലത്ത് IPCയിലെ കർത്താവിന്റെ വേല ചെയ്തിരുന്ന സഹോദരിമാരെ സന്യാസിനി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 2 പേര്, ഒരു മറിയാമ്മ സന്യാസിനിയും ഒരു ചിന്നമ്മ സന്യാസിനിയും ഈ കർത്താവിന്റെ ദാസന് സഹായത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി വരികയും അവർ ഒരുമിച്ച് കൈപ്പള്ളിമാലിൽ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എൻ്റെ പിതാവും തന്റെ സ്നേഹിതനായ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ആളും ആ പ്രാർത്ഥനയെ തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീടിന്റെ പരിസരത്ത് പോവുകയും അവിടെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്ക് വീടി വലിച്ച് അതിന്റെ പുക ചെറിയ ശിശിരങ്ങളിലൂടെ ഊതി അവരെ അസഹ്യപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും അവരാൽ ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീഡിയും സിഗരറ്റും ഒക്കെ വലിച്ചതിന്റെ പുക ആ വീടിനകത്തേക്ക്, ആ ചെറിയ ഹോളിനകത്തൂടെ ഊതി വിടുകയും അവർക്കത് അസഹനീയമാകുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഇവർ ആരാണ് എന്ന് കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അകത്ത് നിന്ന് ചിന്നമ്മ സന്യാസിനി ഇതിലൂടെ ഒരു പ്രവചനം ഉണ്ടായി. പുറത്ത് ഹിപ്പിയായി കപ്പടമീശ് വെച്ച്
ഈ മുറിക്കകത്തേക്ക് സീർട്ട് വലിച്ച് ഊതുന്ന സഹോദര, നിങ്ങളെ ദൈവം സന്ദർശിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടി മേടിക്കും എന്ന പ്രവചനം ഉണ്ടാകുകയും, അപ്പോൾ തന്നെ എൻ്റെ പിതാവും കൂട്ടുകാരനും പേടിച്ചു പോയി. അവരവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി വീട്ടിൽ പോയി. രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോയി. എൻ്റെ വീട്ടിൽ വന്ന ഞങ്ങളുടെ വീട്ടിൽ വന്ന ഞങ്ങളുടെ പിതാവ് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ശരീര അസ്വസ്ഥതകളോടുകൂടെ പനിയൊക്കെയായി പേടിച്ചു. അപ്പോൾ ആ പേടിയുടെ അടിസ്ഥാനത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇതേ ഭാഗത്തിൽ തന്നെ പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവ് അകത്ത് കയറി ചെന്നു. അവര് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അവിടെ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വിശദമായി സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചും ഒക്കെ അവര് തന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം അവിടെ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവിടെ നിന്ന് സ്നാനപ്പെടുവാനുള്ള തീരുമാനത്തോടെ ഭവനത്തിൽ കടന്നു വന്നു. ഉടൻ തന്നെ ചെയ്തത് താന് ഹിപ്പി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. താൻ മൊട്ടയടിച്ചു, ക്ലീൻ ഷേവ് ചെയ്തു. അങ്ങനെ നല്ലൊരു പെന്തക്കോസുകാരനായിട്ട്, ഒരു തീവ്ര പെന്തക്കോസുകാരനായി തന്നെ താൻ രൂപാന്തരപ്പെടുകയാണ്. അതേ തീവ്രതയോട് കൂടെ തന്നെ വീണ്ടും കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചു. ആ സമയത്ത് വീട്ടുകാരൊക്കെ എതിരായി. ഭവനത്തിൽ ഉള്ളവരൊക്കെ മർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്തിൽ പോകുന്നു എന്നുള്ളതിലാണ് ഒരുപാട് എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. എങ്കിലും താൻ അത് വകവയ്ക്കാതെ മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. തന്നെ വിവാഹപ്രായം ആയപ്പോൾ തനിക്കൊരു വിവാഹാലോചന വന്നു. എൻ്റെ മാതാവുമായിട്ടുള്ള വിവാഹം നടന്നു. അപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ ഭവനക്കാരെല്ലാം ജ്ഞാനായ യാക്കോബായ സഭയായതുകൊണ്ട് തന്നെ ജ്ഞാനായ സഭയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും വല്യമ്മച്ചി വളരെ സുവിശേഷത്തിന് വേണ്ടിയും കർത്താവിനെ സേവിക്കുന്നതിനും വളരെ തീക്ഷ്ണതയുള്ള ആളായിരുന്നതുകൊണ്ടും അവരുടെ നിർബന്ധപ്രകാരം എൻ്റെ പിതാവുമായിട്ടുള്ള വിവാഹം നടക്കുന്നു. വിവാഹം കഴിഞ്ഞ് എൻ്റെ മാതാപിതാക്കൾക്ക് തലമുറകൾ ഇല്ലായിരുന്നു. അവര് പ്രാർത്ഥിച്ചു. ദൈവകൃപയിൽ ആശ്രയിച്ച് 1960-കളിലാണ് 59-60-ലാണ് എൻ്റെ പിതാവിന്റെ വിവാഹം നടക്കുന്നത്. അവര് 2-3 വർഷം മക്കളില്ലാതെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാന് എൻ്റെ മാതാവിന്റെ വയറ്റിൽ ഉരുവായി. എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളാണിത്. അതാണ് ഞാൻ ഇപ്പോൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിന്റെ വയറ്റിൽ ഉരുവായി. ഈ സമയങ്ങളിൽ എൻ്റെ പിതാവ് സുവിശേഷത്തിന് വേണ്ടി വളരെ തീക്ഷ്ണതയോടുകൂടി ഓടുകയും ജോലി തൻ്റെതായ ചെറിയ കൃഷികാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്ന സമയത്ത് ആശാരി ഉപദേശി ഞങ്ങളുടെ നാടുകളിലൊക്കെ കൺവെൻഷൻ നടത്താൻ വരികയും താനുമായി പരിചയപ്പെടുകയും തന്റെ പ്രസംഗങ്ങൾ ഏറ്റുപറയുകയും തന്റെ സ്റ്റേജിൽ പാട്ട് പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആശാരോപദേശിയുമായിട്ടൊരു നല്ല ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ആ സമയത്താണ് വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതിരുന്നതും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഇരിക്കെ ഞാന് എൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവായി 7 മാസം എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് ഒരു രോഗിയായി മാറ്റുന്നു. രോഗം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചെവി കേൾക്കാൻ വയ്യാതെയായി, സംസാരശേഷി പോയി, ആഹാരം കഴിക്കാൻ വയ്യാതായി. അങ്ങനെ ആഹാരം കഴിക്കാതെ, ചെവി കേൾക്കാതെ, സംസാരിക്കാതെ ഇരിക്കുമ്പോൾ അന്ന് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ കൊടുക്കുവാനുള്ള സാമ്പത്തികമായ സാധ്യതകളില്ലായിരുന്നു. രണ്ടാമത്തേത് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകൾ വളരെ ചുരുക്കമായിരുന്നു. പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മിഷൻ ഹോസ്പിറ്റൽ, സായിപ്പിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്. അവിടെയൊക്കെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ വേണ്ടതായ വിടുതൽ ഉണ്ടാകാതെ ഭാരപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശാരി ഉപദേശി തിരുവല്ലായ്ക്കടുത്ത് മഴുക്കീർ പ്രാവുംകൂട് എന്ന സ്ഥലത്ത്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും പോകണം, അല്ലെങ്കിൽ തിരുവല്ലായിൽ നിന്ന് ചെങ്ങന്നൂരിന് പോകുന്ന വഴി പ്രാവുംകൂടിനടുത്ത് മഴുക്കീറിൽ ഒരു മീറ്റിംഗ്, ഒരു കൺവെൻഷൻ നടത്തുന്നു എന്ന വാർത്ത എൻ്റെ പിതാവ് അറിഞ്ഞു. അങ്ങനെ ആ കാലത്ത് ആശാരോപദേശി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം അന്നേരം തന്നെ ഓൺ ദ സ്പോട്ടിൽ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ തന്നെ താൻ നടത്തുന്ന കൺവെൻഷനുകളിൽ ആഹാരം വിതരണം ചെയ്യുന്ന ഒരു പതിവും ആ കാലത്തുണ്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ അറിയാം. അങ്ങനെ അങ്ങനെ യോഗം നടക്കുന്നിടത്തേക്ക് എൻ്റെ പിതാവ് എൻ്റെ മാതാവുമായിട്ട് കടന്നു ചെന്നു.
ആ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആശാരിപദേശി ആഹ്വാനം ചെയ്തു. അന്ന് എണ്ണപൂശിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോരുത്തരെ എണ്ണപൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പിതാവ് ആ പ്രാർത്ഥന ആ, ആവശ്യക്കാരുടെ ക്യൂവിൽ പുറകിൽ നിൽക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ആശാരിപദേശി എന്താ ബേബിച്ച എന്ത് പറ്റി, ഇങ്ങനെ അടുത്ത് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെയാണെങ്കിൽ മാറി നിൽക്കുക, അവസാനം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. എല്ലാവർക്കും പ്രാർത്ഥിച്ച അനന്തരം എന്റെ പിതാവിന്റെ അടുക്കൽ ആശാരിപദേശി വന്നിട്ട് ചോദിച്ചു, എന്താ കൊച്ചമ്മയ്ക്ക് എന്നെ പറ്റി? അന്നേരം പറഞ്ഞു ഇതുപോലെ ഇന്ന പ്രശ്നങ്ങളാണ്, പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കണ്ണടച്ചു. ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ ഞാനൊരു ദർശനം കണ്ടത്, എന്റെ അമ്മയുടെ വയറ്റിൽ ഒരു ആൺകുഞ്ഞുണ്ടായിരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് എന്റെ അച്ഛനോട് പറഞ്ഞു, എന്റെ പിതാവിനോട് പറഞ്ഞു, ബീച്ച കൊച്ചമ്മയുടെ വയറ്റിൽ ഒരു ആൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്, അവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണം, അവനെ ശാമുവൽ എന്ന് പേരിടണം. അമ്മയ്ക്ക് അത് കേൾക്കാൻ വയ്യ. അമ്മ അച്ഛൻ ഒരു പെൻസിലും പേപ്പറും എടുത്ത് ഉദ്ദേശി പറഞ്ഞ കാര്യം എഴുതി അമ്മയെ കാണിച്ചു. അമ്മ അത് വായിച്ചിട്ട് തലയാട്ടി, സമ്മതിച്ചിരിക്കുന്നു എന്ന തലയാട്ടി. അവിടെ തന്നെ അച്ഛന്റെ കൈ വെച്ച് അമ്മയ്ക്ക് വേണ്ടി അച്ഛന്റെ കൈ വയറ്റത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ആശാനുപദേശിയുടെ കൈ വെച്ച് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞത് എന്റെ അമ്മ കേട്ടു. അവിടെ വെച്ച് അമ്മ സംസാരിച്ചു. അവിടെ നിന്ന് ആശാനുപദേശി കൺവെൻഷന് വന്നവർക്ക് കൊടുക്കുന്ന കഞ്ഞിയും പയറും അവിടെ വെച്ച് കഴിച്ചു. അങ്ങനെ എന്റെ അമ്മയുടെ ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ചു. ജനിച്ചു വളർന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയ സമയമാണ്. എനിക്കൊരു 3 വയസ്സ് 4 വയസ്സൊക്കെ പ്രായം, 5 വയസ്സൊക്കെ പ്രായമായ സമയത്ത് എന്റെ പിതാവ് പെട്ടെന്ന് ഒരു രോഗിയായി മാറ്റപ്പെട്ടു. ഒരു കടുത്ത ആസ്മ രോഗിയായി മാറി. അത് നിമിത്തം തന്നെ തന്റെ ജോലി കാര്യങ്ങൾക്കൊന്നും പോകുവാൻ കഴിയാതെ ഭവനത്തിൽ വീണ്ടും പഴയതിലും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായി. വളരെ കഷ്ടതയിലൂടെയാണ് കടന്നുപോകുക. അങ്ങനെ ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വളർന്നു വരികയാണ്. എന്നാൽ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ അമ്മയും എന്റെ പിതാവും എന്നോട് പറയും, മോനെ, എന്നെ വയറ്റിൽ വെച്ച് തന്നെ കർത്താവിന്റെ വേലയ്ക്ക് നേർന്നതാണ്. ദേവദാസൻ പ്രാർത്ഥിച്ച് നീ ആൺകുഞ്ഞാണെന്നും നീ എന്നെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മോന് വേദപുസ്തകം നന്നായിട്ട് വായിക്കണം, പഠിക്കണം, സൺഡേ സ്കൂള്, അതുപോലെ ദൈവിക കാര്യത്തിന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കണം, നീ ഒരു സുവിശേഷകനായി മാറണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ എന്നെ ചെറുപ്പം മുതൽ പറഞ്ഞാണ് എൻ്റെ മാതാപിതാക്കൾ ഈ വളർത്തി കൊണ്ടുവന്നത്. എന്നാൽ വളർന്നു വന്നു കഴിഞ്ഞ് എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് സുവിശേഷ വേല എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളതാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കാര്യം ഞങ്ങളുടെ അവിടെ വന്ന പാസ്റ്റർമാരെയും അവരുടെ മക്കളെയും ഒക്കെ കാണുമ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല നിലയിൽ ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ല കാര്യമാണ്. സുവിശേഷ വേലയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ കാണാതെ വാക്യങ്ങൾ പഠിക്കുകയും സൺഡേ സ്കൂളിൽ മുടങ്ങാതെ പോവുകയും വളരെ അനുസരണമുള്ള ഒരു പൈതലായിട്ടൊക്കെ വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ആ ദേശത്ത് പ്രവർത്തിച്ചിരുന്ന കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. 2ാമത്തെ മകൻ ഞാൻ ഒരു പ്രായമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ, ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ബെഞ്ചിൽ പഠിക്കാൻ ഇരിക്കുന്നു. അന്ന് ഒരു ദിവസം ഈ മോൻ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോയി. അവിടെ ചെന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മോന് തലകറങ്ങി എന്റെ അടുക്കൽ തന്നെ ബോധം കെട്ട് താഴെ വീണു. പെട്ടെന്ന് ടീച്ചർ വന്നു, അവനെയും എടുത്ത് ഓഫീസ് റൂമിൽ അവിടെ കിടത്തി. ഞാനും ആ കൂട്ടത്തിൽ ചെന്ന് അവന്റെ അടുക്കൽ നിന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ അവന്റെ അടുക്കൽ നിന്ന് മാറാതെ നിന്നു. ടീച്ചർമാരെല്ലാവരും വന്ന് ഇവനോട് പല കാര്യങ്ങൾ ചോദിച്ചു. ഒടുവിൽ മിസ്സസ് ചോദിച്ചു, മോനെ, എന്താ നിനക്ക് പനിയോ അസുഖങ്ങളോ വല്ലതും ഉണ്ടോ, വയറ്റിൽ സുഖമില്ലേ? ഒന്നും കുഴപ്പമൊന്നുമില്ല. അന്നേരം ചോദിച്ചു, ഇന്നലെ വൈകിട്ട് എന്താ കഴിച്ചത്, ഇന്ന് രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒന്നും കഴിച്ചില്ല. അപ്പൊ ഇന്നലെ വൈകിട്ടോ? ഒന്നും കഴിച്ചില്ല. ഈ കുഞ്ഞ് ആഹാരം കഴിച്ചിട്ട് ചില ദിവസങ്ങളായി. അതിന്റെ ക്ഷീണത്തിലാണ് ഇവൻ തലകറങ്ങി വീണത്. കാര്യങ്ങൾ പെട്ടെന്ന് ഇവൻ പറഞ്ഞപ്പോ എന്റെ ചെറിയ ഹൃദയത്തിനകത്ത് അത് ഭയങ്കര വേദനയായി മാറി. പെട്ടെന്ന് ടീച്ചർമാർ അവരുടെ ടിഫിനൊക്കെ കൊണ്ട് കൊടുത്ത് കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു.
നീ എന്താ പറയാഞ്ഞെന്ന് ചോദിച്ച് വഴക്കൊക്കെ പറഞ്ഞു. ആ കാലത്ത് ഞങ്ങളെ സംബന്ധിച്ച് ദൈവദാസനെ സഹായിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കുഞ്ഞു പ്രായമാണല്ലോ, ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോ എന്റെ ഇപ്പോഴത്തെ ചിന്ത, അതിനു ശേഷമുള്ള ചിന്ത, ദേവദാസനൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും, അപ്പനും അമ്മയുടെ കയ്യിലൊന്നും കാണുകയില്ലായിരിക്കുമല്ലോ. അതുപോലെയുള്ള വിശ്വാസികളാണ് ഭൂരിപക്ഷം. ഒന്നോ രണ്ടോ കുടുംബമുള്ളൂ ഇച്ചിരി സാമ്പത്തിക നിലവാരമുള്ള കുടുംബങ്ങൾ. ബാക്കിയെല്ലാം വളരെ പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പാർസനേജിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. ഈ സംഭവം എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞാന് അപ്പോൾ തന്നെ തീരുമാനിച്ച ഒരു തീരുമാനമാണ്, ഇനി മേലാൽ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുക. കാരണം ഞാൻ ചിന്തിച്ചിരുന്നത് പോലെയല്ല, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നന്നായി ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇത്രയും ദിവസം പട്ടിണിയാണെങ്കിൽ അങ്ങനെയുള്ള സുവിശേഷ വേല ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനതിന് പോവുകയില്ലെന്ന് അന്ന് എന്റെ ചെറിയ മനസ്സിൽ തീരുമാനമെടുത്തു. വീട്ടിൽ വന്നുടനെ തന്നെ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി എന്നോട് സുവിശേഷ വേലയ്ക്ക് പോകുന്ന കാര്യം പറയുന്നു. കാരണം മോൻസി ക്ലാസ്സിൽ തലകറങ്ങി വീണത് ആഹാരം കഴിക്കാഞ്ഞിട്ടാണ്. അവൻ ഒരാഴ്ചയായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. അങ്ങനെയാണോ ഒരു പാസ്റ്റർ വീട്ടിൽ, ഒരു ദേവദാസൻ, പാസ്റ്റപ്പച്ചന്റെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഈ സുവിശേഷ വേല? ഞാനിതിന് പോവുകയില്ല, ഇനി മേലാൽ എന്നോട് പറയരുതെന്ന്. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ല, ദൈവം നടത്തും. അതൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതാണ്. ദൈവം നിന്നെ നടത്തും, നീ സുവിശേഷ വേലയ്ക്ക് തന്നെ പോകണം, നീ അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് എന്റെ മനസ്സിൽ എപ്പോഴും എങ്ങനെയെങ്കിലും ജോലി നേടണം. മോൻസിയുടെ അപ്പച്ചനെ പോലെ സുവിശേഷ വേലയിൽ ഇറങ്ങി പട്ടിണി കിടക്കാൻ പാടില്ല. തന്നെയല്ല, ഇപ്പോൾ തന്നെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ അച്ഛനും സുഖമില്ല. ഞാൻ വീട്ടിൽ മൂത്തതാണ്. എനിക്ക് ഒരു സഹോദരി ഒരു സഹോദരനുമാണ്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം, ഞാൻ അതിന് ഉത്തരവാദിത്വം എടുക്കണം എന്നൊക്കെയുള്ള മനസ്സാണ് എൻ്റെ. അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ജോലി അന്വേഷിച്ചു. ആ കാലത്ത് ഒന്നുകിൽ പ്രീ ഡിഗ്രി വരെ പഠിക്കുക, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പോകുക എന്ന് പറയുന്നത് കുറെ കൂടെ ഒക്കെ ശ്രമകരമായ കാര്യവും സാമ്പത്തികം ഉള്ളവർക്കുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും പഠിക്കുകയോ ഏതെങ്കിലും ITI പോയി ടെക്നിക്കൽ ഫീൽഡിൽ പോവുകയോ ഒക്കെയാണ്. അതിന് അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെങ്കിൽ അതിനൊന്നും പോകാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. അങ്ങനെ എനിക്കൊരു ചെറിയ ജോലി തിരുവല്ലയിൽ ലഭ്യമായി. ഞാനൊരു ഹാർഡ്വെയറിന്റെ സെയിൽസ് മാനായിട്ട് ഒരു സ്ഥാപനത്തിൽ കയറി. അങ്ങനെ അവിടെ ജോലിയിൽ തുടരുകയായിരുന്നു. തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആ സമയങ്ങളിൽ ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സഭാതലത്തിൽ നടക്കുന്ന കൂടിവരവുകൾ, അതായത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എനിക്ക് അവധി. ആ സമയങ്ങളിൽ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും പരസ്യയോഗങ്ങളും വൈകുന്നേരങ്ങളിൽ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ ഉത്സാഹമായി പോവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും എന്റെ മനസ്സിൽ സുവിശേഷ വേലയോട് വലിയ താല്പര്യമില്ലാതെ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന കാലം. എങ്കിലും കുരുത്തക്കേടുകളൊന്നും കാണിക്കാതെ വലിയ പാവമൊന്നും ചെയ്യാതെ ഒരു മര്യാദക്കാരനായിട്ടൊക്കെയാണ് ജീവിച്ചു വന്നതെങ്കിലും ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, ഞങ്ങളുടെ വീടിന്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദം വേണം, അതിന് എനിക്ക് സാമ്പത്തിക ഭദ്രത വേണം, അതനുസരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഒരു നന്മയുടെ വഴികൾ തുറക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. 1984 ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് നിന്ന് എനിക്കൊരു പ്രൊമോഷൻ ലഭ്യമായി തീർന്നു. അതായത് ഞാൻ ജനറൽ ഹാർഡ്വെയർ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്ലൂബേർഡ് ഏജൻസി എന്ന ഒരു ഏജൻസിക്കാര് എന്നെ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് സെലക്ട് ചെയ്യുവാനിടയായി. എന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയൊന്നുമല്ല, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ എന്റെ കഴിവുകൾ, ഞാൻ ആ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ബ്ലൂബേർഡ് ഏജൻസിയുടെ സാധനങ്ങളുടെ വിപണനം, അതൊക്കെ ഞാൻ ഉത്സാഹിയാണെന്നും എന്റെ സംസാരം ഈ മേഖലയിൽ എന്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പ്രയോജനപ്പെടുമെന്ന് കരുതി എന്നെ അന്ന് അവര് ഒരു റെപ്രസെന്റേറ്റീവായിട്ട് സെലക്ട് ചെയ്യുകയും അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും ചെയ്തു. കോട്ടയം മുതൽ കന്യാകുമാരി വരെയുള്ള മേഖലകളിലെ റെപ്രസെന്റേറ്റീവുകളുടെ കൂട്ടത്തിൽ ഒരുവനായി തന്നെ സെലക്ട് ചെയ്തു. അന്ന് 3500 രൂപ സാലറിയും അതുപോലെ തന്നെ ഇൻസെന്റീവ്, ഞാൻ എടുക്കുന്ന ഓർഡർ അനുസരിച്ച് ഇൻസെന്റീവുകളൊക്കെ അവർ ഓഫർ ചെയ്തിരുന്നു. അങ്ങനെ ആ ജോലിയിൽ പ്രവേശിച്ച ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വളരെ ക്ഷീണിതനായി വരുന്ന വേളയിൽ എൻ്റെ മാതാവ് സന്ധ്യയായി. അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ, ഇന്ന് വള്ളപ്പരയിൽ എന്ന് പറയുന്ന വീട്ടിലാണ് കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നത്, അച്ഛനും അമ്മയ്ക്കും പോകാൻ ഒക്കുകയില്ല, മോനും
എൻ്റെ സഹോദരിയുടെ പേര് ജൈനമ്മ എന്നാണ്. ജൈനമ്മയും കൂടെ ആ മീറ്റിങ്ങിന് പോകണം. പോകണം എന്ന് പറയുന്നത് പോകാമോ എന്ന് ചോദിക്കുകയല്ല. എൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മ പറയുന്നത് ആജ്ഞയാണ്, അതനുസരിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ അമ്മ, ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്, ഒത്തിരി യാത്ര ചെയ്തു, എനിക്ക് ഇന്ന് പോകാൻ വയ്യ. അന്നേരം എന്നോട് പറഞ്ഞു, ഇവിടുന്ന് മറ്റാർക്കും പോകാൻ ഒക്കുകയില്ല, നിങ്ങൾ പോയേ ഒക്കുള്ളൂ, പെട്ടെന്ന് കുളിച്ച് റെഡിയായി യോഗത്തിന് പോകും. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി എൻ്റെ സഹോദരിയും കൂട്ടി അല്പം താമസിച്ചൊന്ന്, ടോർച്ചൊന്നുമില്ല, ചൂട്ടൊക്കെ കത്തിച്ച് ഞങ്ങള് വള്ളപ്പുരയിൽ യോഗത്തിന് ചെന്നു. യോഗം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പുറകിൽ ചെന്ന് അവിടെ ഇരുന്നു. പത്തനാപുരത്ത് നിന്നൊരു ദൈവദാസനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എന്നെ അദ്ദേഹം അറിയത്തില്ല. ഞാനവിടെ കയറി ഇരുന്നു. താൻ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗത്തിൽ ഉള്ള ദൂതുകളെല്ലാം വ്യക്തിപരമായി എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ആഹ്വാനം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അതിനകത്തൊരു വാക്ക് അതിനകത്തൂടെ താൻ പ്രസ്താവിക്കാൻ ഇടയായി തീർന്നു. അർഹിക്കാത്ത ഒരുപാട് നന്മകൾ നീ പ്രാപിച്ചിട്ടുണ്ട്, അത് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്, നിന്റെ കഴിവ് കൊണ്ടല്ല. നിനക്ക് ഈ മേഖലയിൽ തുടരാം. ആരോടൊന്നില്ലാതെ അദ്ദേഹം പറയാണ്. അത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോടാണ്. ഞാനത് കേട്ടിട്ട് എനിക്ക് വലിയ പ്രയാസം ഉണ്ടായി. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടോ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് അതിനു വേണ്ടി സമർപ്പിക്കണം, ആരായാലും സമർപ്പിക്കണം എന്നൊക്കെ അദ്ദേഹം വളരെ കർശനമായി പറയുന്നത് കേട്ടിട്ടൊന്നും എനിക്ക് കുലുക്കം ഉണ്ടായില്ല. മനസ്സിൽ എനിക്കറിയാം ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, എനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, അന്നത്തെ എന്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചു വളർന്നു വന്ന എന്റെ സ്നേഹിതന്മാരൊക്കെ പലരും നല്ല ജോലിയിലുണ്ട്. അന്ന് അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് എടുത്തെറിയുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ കാര്യമല്ലല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടാതെ യോഗം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ച് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാന് ഈ വിഷയ സംബന്ധമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ്. മണിക്കൂറുകൾ കടന്നുപോയി, എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണം? രണ്ട് സംഘർഷത്തിലായി. എന്ത് ചെയ്യണം? ജോലി വേണോ? കർത്താവിന്റെ വേല വേണോ? എന്താ ചെയ്യേണ്ടതെന്ന് ഭയങ്കരമായ സംഘർഷത്തിലായി. അപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ മകനെ കർത്താവെ അവനെ ജോലിക്ക് വിട്ടെങ്കിലും അവനെ വേലയ്ക്ക് വേണ്ടി വിളിക്കണമെന്നൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമല്ല. എങ്കിൽ പോലും അന്ന് രാത്രി എനിക്ക് അസ്വസ്ഥതയുണ്ട്. ഞാന് ഒരു മണി കഴിഞ്ഞ് 1:30 കഴിഞ്ഞ് ഉറക്കം വരാത്തത് കൊണ്ട് എഴുന്നേറ്റ് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ആ ദൈവദാസന്റെ വാക്കുകൾ വീണ്ടും ആവർത്തിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങയുടെ വേല മതി, ഞാൻ ജോലി രാജിവെക്കുകയാണ്. അങ്ങനെ എനിക്കുണ്ടായിരുന്ന ജോലി പിറ്റേ ദിവസം തന്നെ റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ എന്നെ എൻ്റെ സ്നേഹിതരൊക്കെ കളിയാക്കി. എൻ്റെ ഒരു അസിസ്റ്റന്റ് മാനേജർ, ഒരു മർത്തോമായിലെ ഒരു സഹോദരനാണ്, അദ്ദേഹം എന്നെ ഒത്തിരി കളിയാക്കി. ഒരു ഹൈന്ദവ ക്ലർക്ക് ഉണ്ടായിരുന്ന ലേഡി, അവളെന്നെ ഒത്തിരി കളിയാക്കി. നിനക്ക് വട്ടുപിടിച്ചതാണ്, ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് ആരെങ്കിലും പോകുമോ? ജോലി ചെയ്യുന്നതും കണ്ട് എന്നെ സുവിശേഷ വേല ചെയ്യാമല്ലോ എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരുപാട് ശാസിക്കുകയും ആ വിഷയത്തിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞു, ഇതേതായാലും ഓഫീസിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ ജോലി വിട്ടു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് എന്നെ തന്നെ സമർപ്പിച്ച് ഇറങ്ങി. വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു, ഞാൻ ജോലി രാജിവെച്ചു. എൻ്റെ അമ്മ നിറകണ്ണുകളോടെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആ വിഷയം അറിയുമ്പോൾ പാടെ പ്രയാസപ്പെടുമെന്ന്. പക്ഷെങ്കിൽ എൻ്റെ പിതാവും മാതാവും ആ വിഷയത്തിൽ ഒത്തിരി അവരെന്നെ ഉത്സാഹിപ്പിച്ചു. മോനെ, അത് തന്നെയാണ് നല്ലത്, നിന്നെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് വയറ്റിൽ വെച്ച് തന്നെ നേർന്നതാണ്. നീ സാധാരണക്കാരനായിട്ടല്ല ദൈവം ഞങ്ങൾക്ക് തന്നത്, നീ വയറ്റിൽ ഉരുവായത് ആൺകുഞ്ഞാണെന്ന് പോലും ദൈവത്തിന്റെ ആത്മാവ് അന്ന് പ്രവചിച്ചതാണ്. അതുകൊണ്ടാണ് നിന്നെ വേലയ്ക്ക് നേർന്നത്. അതുകൊണ്ട് നീ ബൈബിൾ കോളേജിൽ പോകണം, പഠിക്കണം, ദൈവവചനം പഠിക്കണം, ഒരു നല്ല ദൈവദാസനായി മാറണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ചു. ഞാൻ ഈ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങുന്ന സമയം ബൈബിൾ കോളേജുകൾ അഡ്മിഷനുള്ള സമയമല്ല. 1985 ഇത് സംഭവം നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ KP യോഹന്നാൻ എൻ്റെ അയൽവാസി, ഞങ്ങളുടെ ദേശനിവാസിയും ഞങ്ങളുടെ സഭയുടെ അംഗവുമാണ്. അദ്ദേഹം നാട്ടിലുണ്ട് ആ സമയത്ത്. ഈ സന്തോഷ വാർത്ത ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇതുപോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ജോലി വിട്ടു. അപ്പൊ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആത്മീയ യാത്രയുടെ ബോട്ട് ടീമുണ്ട്, വാൻ ടീമുണ്ട്, ഇതിലേതിലെങ്കിലും പോയി തൽക്കാലം പ്രവർത്തിക്ക്. ബൈബിൾ കോളേജിന് സമയമാകുമ്പോൾ ഒരു ബൈബിൾ കോളേജിൽ നിനക്ക് അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ച് ഞാൻ ആദ്യം അവരുടെ വാൻ ടീമിൽ ജോയിൻ ചെയ്തു. പല സ്ഥലങ്ങളിൽ ടീമിനോട് ഒരുമിച്ച് സുവിശേഷ പ്രവർത്തനം. അങ്ങനെ ഇരിക്കുമ്പോൾ ബോട്ട് ടീമിലേക്ക് ബോട്ട്, ആ സമയത്ത് ഒരു സെർവന്റ് എന്ന് പറയുന്ന ബോട്ട് അദ്ദേഹം എടുക്കുകയും ആ ടീമിലെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ടീമിനെ രൂപീകരിച്ച കൂട്ടത്തിൽ എന്നെ കൂടെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ കോതാട്, ചേന്നൂര്, കളമക്കുടി, വൈപ്പിൻകര ഈ മേഖലകളിൽ, ദ്വീപുകളിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി അവിടെ പ്രവർത്തിച്ച് വേല ചെയ്തു. അവിടെ വെച്ച് തിക്തമായ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായി. കത്തോലിക്കരായ ആൾക്കാർ ഞങ്ങളെ ഒരുപാട് കളിയാക്കുകയും ഞങ്ങളുടെ കഴുത്തിൽ പാട്ട കെട്ടി കൊട്ടി ഞങ്ങളെ ദ്വീപിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്ത അവസരങ്ങളൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ആ തീഷ്ണമായ പ്രവർത്തന മേഖലകളിൽ നിന്ന് ബൈബിൾ കോളേജിന്റെ സമയമായപ്പോൾ യോഹന്നാച്ചായൻ തന്നെ കുമ്മനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ അന്ന് TS എബ്രഹാമാണ് കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ച് ഇതുപോലെ ഞങ്ങളുടെ സഭയിൽ നിന്നൊരു സഹോദരനെ അങ്ങോട്ട് വിടുന്നുണ്ട്, അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് എന്നെ ഹെബ്രോൻ ബൈബിൾ കോളേജിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ അന്ന് വലിയ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇന്റർവ്യൂവിന് ഞാൻ പോയി, എന്നെ അവർ സെലക്ട് ചെയ്തു, എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. അങ്ങനെ ദൈവകൃപയാൽ 1986 മുതൽ 85 അവസാനം, 86 മുതൽ 85 അവസാനം മുതൽ 87, 88 ഗ്രാജുവേറ്റ് ചെയ്തു. അങ്ങനെ കുമ്മനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ നിന്ന് അതിനുശേഷം പിന്നെ ഞാൻ പഠിച്ചിറങ്ങിയതിനു ശേഷമാണ് കുമ്മനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പിന്നെ IBC ആയി മാറ്റം. അപ്പോ അവിടെ പഠിപ്പാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അങ്ങനെ സുവിശേഷ വേലയിൽ മുൻപോട്ട് പോവുകയായിരുന്നു. ഈ സമയത്ത് എൻ്റെ വിവാഹ സംബന്ധമായ ഒരു വിഷയം കൂടെ ഈ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടിരിക്കുക. വിവാഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചിന്തയൊന്നുമില്ലായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിന്റെ ആദ്യത്തെ വർഷം ബൈബിൾ കോളേജ് അവധി ലഭിക്കുന്നതിന് മുമ്പ് ചരൽക്കുന്നിൽ വെച്ചൊരു ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിൽ ഡോക്ടർ വത്സൻ എബ്രഹാമാണ് വചനം ശുശ്രൂഷ. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോകുന്നതിനെ കുറിച്ച് ആഹ്വാനം ചെയ്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ സുവിശേഷ വേലയിൽ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുവാനിടയായി. അങ്ങനെ ഞങ്ങള് 3-4 പേരെ നോർത്ത് ഇന്ത്യയിലേക്ക് വിടുവാൻ, വാരണാസി കേന്ദ്രമാക്കി പ്രവർത്തിക്കുവാൻ വേണ്ടി വിടുവാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് വളരെ സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ വരുമ്പോൾ, അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ഈ വിവാഹ സംബന്ധമായ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആ വിവാഹത്തിന് ഉള്ള കാരണം എന്താണെന്നോട് എനിക്ക് ഓർപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പിതാവും ആശാര്യോപദേശിയും തമ്മിൽ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ സുഹൃത്തുബന്ധം ഉണ്ടായിരുന്നു. ആശാര്യോപദേശിയുടെ മീറ്റിങ്ങുകളിൽ സെക്കൻഡ് ചെയ്യുവാൻ, പാട്ടുപാടാനും എൻ്റെ പിതാവ് പോകുമായിരുന്നു. അന്ന് അവർ തമ്മിൽ വലിയ കൂട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ആശാര്യോപദേശി കുടുംബം താമസിച്ചിരുന്നത് തൃശ്ശൂര് പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി അവിടെ ഉള്ള ദൈവമക്കളുമായി സഹകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്, അന്ന് എനിക്ക് 3 വയസ്സാണ്, അദ്ദേഹം അവിടെ നിന്ന് കൺവെൻഷൻ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അടൂർ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നു. അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എൻ്റെ ഭാര്യയായ സാറാമ്മ അവിടെ വെച്ച് ജനിക്കുന്നു. അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത സാറാമ്മയുടെ അമ്മ പപ്പയെ അറിയിക്കുന്നത് ടെലിഗ്രാമിലൂടെ. ഡെലിവറി കഴിഞ്ഞു, പെൺകുഞ്ഞാണ്, അവൾ വെളുത്തതാണ്, ഇതാണ് മെസ്സേജ്. അപ്പോ പപ്പയുടെ കയ്യിൽ കൺവെൻഷൻ സ്ഥലത്ത് ഈ ടെലിഗ്രാം കിട്ടി. മറ്റേ ആരുടെ പേരിലാണ് അത് അയച്ചത്, അവിടെ കിട്ടി. അദ്ദേഹം
കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് നേരെ നിരണത്ത് എന്റെ വീട്ടിലാണ് വന്നത്. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ പിതാവിനോട് പറഞ്ഞു, ബേബിച്ച, എനിക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ അന്ന് എനിക്ക് ശ്യാമൽ എന്നാണ് പേരെങ്കിലും വീട്ടിൽ സാം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പപ്പായിക്ക് ആ പേരറിയാൻ, സാറാമ്മയുടെ പപ്പായിക്ക് ആ പേരറിയാൻ സാബു എന്നായിരുന്നു അന്ന് പുള്ളി സംബോധന ചെയ്തു. സാബുവിനെ എന്റെ മോളെ കൊണ്ട് വിവാഹം നടത്തണം, എന്റെ 3ാമത്തെ വയസ്സിൽ. ഞാന് അവിടെ കുട്ടി നിക്കറൊക്കെ ഇട്ട് കളിച്ചു നടക്കുകയായിരിക്കണം. എന്റെ അമ്മയും അപ്പനും ഒക്കെ പറഞ്ഞുള്ള അറിവാണ്. അപ്പോ എന്റെ പിതാവ് പറഞ്ഞു, ഉദ്ദേശി, ഇത് വലിയ രസമായിരിക്കുന്നല്ലോ. ഈ കുഞ്ഞുങ്ങള് ആ കാലത്ത് ഒത്തിരി തീപ്പൊള്ളൽ കരപ്പന് അതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പലരും മരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചതല്ലേ ഉള്ളൂ. ഇവനാണെങ്കിൽ 3 വയസ്സായതേ ഉള്ളൂ. ഉദ്ദേശിക്ക് മോള് ജനിച്ചതേ ഉള്ളൂ. ഇതുങ്ങളെ ജീവനോടെ കിട്ടുമെന്നും വളർത്താമെന്നും ആയുസ് കല്യാണം നടത്താമെന്നും ഒക്കെ നമുക്ക് ഇപ്പൊ പറയാൻ ഒക്കുകയല്ലോ. അതിന് സമയമാകുമ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ വൈഫിന്റെ പിതാവ് ആശാരോപദേശി പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ദൈവം എന്നോട് പറഞ്ഞിട്ടാണ്, എനിക്ക് ഇപ്പൊ അറിയണം, ഇപ്പൊ എനിക്ക് അതിന്റെ വാക്ക് കിട്ടണം. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ഉപദേശി വരട്ടെ, ദൈവം അനുവദിച്ച കുഞ്ഞുങ്ങൾ വളർന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് അന്നേരം ചിന്തിക്കാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പറ്റിയല്ല, എനിക്കിപ്പോ അതിന് ഉറപ്പ് വരുത്തണം. അവിടെ ഒരു പുള്ളിയുടെ നിർബന്ധത്തിനും അവരുടെ സ്നേഹത്തിനും വഴങ്ങി എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ പിതാവും മാതാവും സമ്മതിച്ചെന്ന് പറഞ്ഞെങ്കിലും ആശാരോപദേശി അത് വലിയ കാര്യമായി എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റിയല്ല, ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് എന്റെ സഹോദരന്മാര്, എന്റെ പിതാവിന്റെ സഹോദരന്മാര് 4 പേര് അടുത്തടുത്താ താമസിക്കുന്നു. എല്ലാവരുടെയും അടുക്ക പോയിട്ട് പറഞ്ഞു, ഞാനും ബേബിച്ചനുമായിട്ടൊരു വാക്ക് പറയും, നിങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കണം, വരണം എന്ന് പറഞ്ഞ് എന്റെ 2 അപ്പാപ്പന്മാരെയും 2 പേരപ്പന്മാരെയും വിളിച്ചു കൊണ്ടുവന്നു. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കസേര ഇട്ടിരുന്നു. അവിടെ വെച്ച് വാക്ക് പറയുക. വാക്ക് പറയുമ്പോൾ അതിനു മുമ്പ് എന്റെ അപ്പച്ചൻ ചോദിച്ചു, അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠൻ ചോദിച്ചു, ബേബി എന്താടാ ഉപദേശം വന്ന് എന്തോ നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് പറയാൻ പോവാന്ന് പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു. അച്ചാച്ച, വിഷയം ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അത് ഉപദേശി, അതിപ്പോ അതിനുള്ള സമയമായില്ലല്ലോ, ആകട്ടെ അന്നേരം പോരെ. അല്ല, എനിക്ക് ഇപ്പൊ തന്നെ വേണം, ദൈവം എന്നോട് പറയുന്നു, എനിക്ക് ഇപ്പൊ തന്നെ വേണം. അങ്ങനെ പിതാക്കന്മാര് തമ്മിൽ നോക്കി. മൂത്ത അപ്പച്ചൻ 2ാമത്തെ അപ്പച്ചനോട് ചോദിച്ചു, ദാനി എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്നത് പൊരുത്തപ്പെടുന്നില്ലല്ലോ. പാപ്പന്മാരോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്. അവര് പറഞ്ഞു, ബേബിക്കും അമ്മണിക്കും സന്തോഷമാണെങ്കിൽ നമുക്കെന്നാ തടസ്സം, ആ വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാം എന്നൊരു ഭാവനയിൽ അവര് സമ്മതിച്ചു. അപ്പൊ എന്റെ അമ്മയോട് ചോദിച്ചു, മൂത്ത അപ്പച്ചൻ ചോദിച്ചു, അമ്മണി നീ എന്നാ പറയുന്നു. അമ്മ പറഞ്ഞു, എനിക്ക് സന്തോഷമാ. അച്ഛൻ പറഞ്ഞു, എനിക്ക് സന്തോഷമാ. അപ്പോ അങ്ങനെയാണെങ്കിൽ വാക്ക് പറയുകയല്ലേ എന്ന് ചോദിച്ച് ആശാരോപദേശി എഴുന്നേറ്റ് എന്റെ പിതാവിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വാക്ക് ഉറപ്പിച്ചിരിക്കുന്നു, വാക്ക് ഉറപ്പിച്ചിരിക്കുന്നു. ഈ വാക്ക് ആരുടെ മാറും എന്ന് നമ്മൾക്ക് അന്ന് കണ്ടറിയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ ഒരു വിവാഹ നിശ്ചയം 3ാമത്തെ വയസ്സിൽ എനിക്ക്. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളിൽ ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണുകയില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞ 2 അനുഭവങ്ങൾ, അതിലൊന്ന് വയറ്റിൽ വെച്ച് തന്നെ പേരിടുക, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവം 3ാമത്തെ വയസ്സിൽ വിവാഹം ഉറപ്പിക്കുക. ഞങ്ങള് ആ വിഷയം പിന്നെ അങ്ങനെ കിടക്കുന്നു, അത് കടന്നുപോയി. ഞാൻ ജോലിക്ക് പോയത് ആശാരോപദേശി അറിഞ്ഞിരുന്നു, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം അറിഞ്ഞു, പരിധിക്കൽ ബേബിച്ചന്റെ മകൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വീണ്ടും വരുന്നു. 1987 എന്റെ വീട്ടിൽ വരുന്നു. വന്നിട്ട് എന്റെ പിതാവിനോടും മാതാവിനോടും പറഞ്ഞു, നമ്മളൊരു വാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വാക്ക് നിറവേറ്റാൻ സമയമായി. എന്റെ മോൾക്ക് 20 വയസ്സായി, അവളെ വിവാഹം നടത്തണം, സാമിനെ കൊണ്ട് വിവാഹം നടത്തണം. ഞാന്
അമേരിക്കയ്ക്ക് പോവുകയാണ്, അമേരിക്കയ്ക്ക് പോയിട്ട് വന്ന ഉടൻ ആ വിവാഹം നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിവാഹത്തെക്കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ദിവസമാണ് ഞാൻ ചരൽക്കുന്ന് മീറ്റിംഗ് കഴിഞ്ഞ്. ഞാൻ വളരെ ആവേശത്തോടുകൂടെ നോർത്ത് ഇന്ത്യയിൽ പോകാൻ താല്പര്യത്തോടുകൂടെ സമർപ്പിച്ച് സന്തോഷത്തിലാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴാണ് എൻ്റെ അമ്മ ഈ വിഷയം, എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയമൊക്കെ നടന്നിട്ടുണ്ട്, നിങ്ങളുടെ വിവാഹം അങ്ങനെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നെങ്കിൽ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ആ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. കാര്യമായി എൻ്റെ അമ്മ ഇതെന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോ ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്നെ അതിന് പുറകോട്ട് പിടിച്ചു. ഒന്ന്, ശരൂദേശിയും കുടുംബവും കുഞ്ഞുങ്ങളും ഒരുമിച്ചുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെന്തക്കോസ്തുകാരനും ആണ്, പരിശുദ്ധാത്മാ നിറവുള്ള ആളാണ്, അന്യഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിലും ഇവരുടെ സ്റ്റേജിലുള്ള ആരാധന, എല്ലാവരും കൂടിയുള്ള ആരാധന, ഭയങ്കര തുള്ളി ചാടിയുള്ള ആരാധന, അത് പൊതു സദസ്സിലായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയിരുന്നു. ഒന്ന് അത്. രണ്ടാമത്തെ വിഷയം, എൻ്റെ അമ്മാച്ചന്മാര്, അമ്മയുടെ വീട്ടിലുള്ള പലർക്കും അത് ഉൾക്കൊള്ളാൻ ഒക്കുകയില്ല എന്ന് എനിക്കറിയാം. കാര്യം അവർ ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവരതിനെ ചിലർ അതിനെ എതിർക്കുവാനിടയായി. എന്നാൽ എൻ്റെ മാതാവും പിതാവും എൻ്റെ പിതാവിന്റെ സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു, മോനെ, അപ്പന്മാര് കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, അത് നീ അനുസരിക്കാതെ വന്നാൽ അത് പിതാക്കന്മാരോട് ചെയ്യുന്ന ഒരു വലിയ അനുസരണക്കേടാണ്, നീ അത് അനുസരിക്കണം. അപ്പൊ ഈ അമ്മയപ്പന്മാര് പറയുന്ന അനുസരിക്കുക എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഉപദേശമായതുകൊണ്ട് എനിക്കതിനെ ധിഖരിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ഞാനതിന് സമ്മതിച്ചു. ഞാൻ എൻ്റെ സഹോദരിയെയും എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ മോളെയും കൂട്ടി ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി. അങ്ങനെയാണ് വിവാഹത്തിന് പെണ്ണ് കണ്ട് വാക്ക് പറഞ്ഞ് പിന്നീട് 1988 എൻ്റെ വിവാഹം നടന്നത്. 88 ഫെബ്രുവരി മാസത്തിൽ എൻ്റെ വിവാഹം നടന്നു. അങ്ങനെ ഞങ്ങള് വിവാഹം കഴിഞ്ഞതിന്റെ 16-ാമത്തെ ദിവസം എൻ്റെ അകത്തെ തീഷ്ണത നിമിത്തം ഞാന് നോർത്ത് ഇന്ത്യക്ക് പുറപ്പെട്ടു. 16-ാമത്തെ ദിവസം ഭാര്യയെ വീട്ടിലാക്കിയിട്ട് 16-ാമത്തെ ദിവസം നോർത്ത് ഇന്ത്യക്ക് പുറപ്പെട്ടു. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം. അവിടെ എനിക്ക് ഭാഷ അറിയില്ല, മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷ അറിയില്ല. ഇംഗ്ലീഷ് അന്ന് കാര്യമായി സംസാരിക്കാൻ അറിയില്ല, അത്യാവശ്യം തട്ടുകുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഹിന്ദി അറിയില്ല, മലയാളം അല്ലാതെ ശരിയായ രീതിയിൽ സംസാരിക്കാൻ മറ്റു ഭാഷകളൊന്നും അറിയില്ല. അങ്ങനെ ഞാന് വെസ്റ്റ് ബംഗാളിൽ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിൽ ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനിൽ ചെന്നിറങ്ങി. എനിക്ക് ഭാഷയില്ല, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. ഞാൻ അവിടെ നിന്ന് ആകപ്പാടെ പ്രയാസപ്പെട്ടു. എവിടോട്ട് പോകണം? അഡ്രസ് എൻ്റെ കയ്യിലുണ്ട്. അന്ന് പെനിയൽ ഗോസ്പൽ ടീം എന്ന് പറയുന്ന ടീം, ആ ടീമിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഗോസ്പൽ ഫോർ ഏഷ്യയിൽ നിന്ന് ജോയ് പുന്നൂസ് ആണ് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അവിടെ ചെന്നെത്താൻ ഒരു മാർഗമില്ല. സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ അവിടെ വട്ടം കറങ്ങി. ഞാൻ എൻ്റെ കയ്യിലെ പൈസയൊക്കെ എണ്ണി നോക്കി. കഷ്ടിച്ച് കറണ്ട് ടിക്കറ്റ് എടുത്ത് തിരുവല്ലയിൽ വരെ വരാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി, അഡ്രസ്സ് ചോദിക്കാൻ പറ്റുന്നില്ല, ചോദിച്ചിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. ബംഗാളി ആദിവാസി ഭാഷകളാണ് അവിടെ കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ നേപ്പാളി ഉണ്ട്. ഇതൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ പല കാര്യങ്ങളും പലരോടും ഇംഗ്ലീഷിലും അറിയാവുന്ന ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ പറഞ്ഞിട്ടാക്കും മനസ്സിലാക്കും. ആണെന്നൊക്കെ മലയാളിയായിട്ട് തോന്നും. ബംഗാളികൾ അങ്ങനെയാണ്. അവരോട് ഇന്ന് മലയാളത്തിൽ പറയും, അവർ ഹിന്ദിയിലോ മറ്റു ഭാഷയിലോ എന്നോട് പറയും. എനിക്കൊന്നും മനസ്സിലാകില്ല. പിന്നെ ഞാൻ അവിടെ കുറെ കറങ്ങി. ഇതില് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ഇതുപോലെ ഞാൻ വന്ന അതേ ട്രെയിനിൽ പിറ്റേ ദിവസം മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോ കൽക്കട്ടയിൽ നിന്ന് മഠത്തിൽ നിന്നൊരു കന്യാസ്ത്രീ ആകാൻ പോയ ഒരു പെൺകുട്ടി, ഒരു ആദിവാസി പെൺകുട്ടി നടന്നു വരുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് എനിക്ക് തോന്നി ഇവള് മലയാളി പെണ്ണായിരിക്കാം. ഞാന് ആ പെൺകുട്ടിയുടെ അടുക്ക് ചെന്ന് ഈ അഡ്രസ്സ് കാണിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അവർ ഈ അഡ്രസ്സ് എന്നെ വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിലാണ്, നിന്നെ അവിടെ ഇറക്കാം, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടി ഒരു സൈക്കിൾ റിക്ഷയിൽ കയറി
സിലിഗുഡി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ആ ഒരു ബസ്സിൽ കയറി ബാഗ്ഡോഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പർ ബാഗ്ഡോഗ്രയിൽ എന്നെ ആ സഹോദരി ഇറക്കി. ഞാൻ അവിടെ നിന്നൊരു സൈക്കിൾ റിക്ഷ വിളിച്ച് ഈ പെനിയേൽ ഗോസ്ബൽ ടീമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നു. അങ്ങനെയാണ് ആ ടീമുമായിട്ട് ഒന്നിച്ചാണ് ആദ്യത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അവിടെ താമസിച്ച് ആ ടീമിനോട് കൂടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുകയും പുതിയ വേലസ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ നാട്ടിൽ നിന്ന് അവിടെ വരികയും ഞങ്ങൾ ഒന്നിച്ച് ആ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അവിടെ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ ബാഗ്ഡോഗ്രയുടെ അടുത്തും സിലിഗുഡി, കലിംപോങ്, ഡാർജിലിംഗ് ഈ മേഖലകളിലും നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ആയിട്ട് കർത്താവിന്റെ വേലയിൽ 1988 മാർച്ച് മാസം മുതൽ പ്രവർത്തിപ്പാൻ കർത്താവ് അവസരം തന്നു. ഒരുപാട് കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ആ കാലയളവിൽ കടന്നുപോയി. സ്തോത്രം. ദൈവം അവിടെയൊക്കെ നിലനിർത്തി. വേണ്ട രീതിയിൽ ആഹാരമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത മകനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു നേരം നല്ല ആഹാരം കൊടുക്കുവാൻ സാമ്പത്തികമായ ഇല്ലാതെ പ്രയാസപ്പെട്ട ഒരു കാലം. അതുപോലെ തന്നെ പ്രഗ്നൻസി സ്റ്റേജിൽ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കണമെന്നും നല്ല ആഹാരം കൊടുക്കണമെന്നും ഒക്കെ ആൾക്കാർ പറയും. പക്ഷെങ്കിൽ അതിനുള്ള യാതൊരു സാധ്യതകളുമില്ല. എൻ്റെ ഓർമ്മ ഇങ്ങനെയാണ്, 2 രൂപ അന്ന് കൊടുത്താൽ ഒരു കൊട്ട ഓറഞ്ച് കിട്ടും. ആപ്പിളിനൊക്കെ വില കുറവാണ്. പക്ഷെങ്കിൽ എനിക്കിതൊന്നും മേടിച്ച് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക നിലവാരമായിരുന്നു അന്നുണ്ടായിരുന്നു. ദൈവം അതിന്റെ നടുവിലും ആരോഗ്യമുള്ള പൈതലിനെ തന്നെയാണ് ദൈവം ഞാൻ. വളരെ അത്ഭുതകരമായിട്ട് ആരോഗ്യമുള്ള ഒരു പൈതലിനെ തന്നെ ദൈവം ഞാൻ. 1 മാസമൊക്കെ ഞങ്ങൾ പട്ടിണി കിടന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വേലയിൽ എവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബീഹാറിൽ ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാനൊരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്യുകയാണ്. അവിടെ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ ഒരു ആദിവാസി സ്ത്രീ, ബീഹാറി ആദിവാസി സ്ത്രീ സുഖമില്ലാതെ കിടന്നിരുന്നു. ഞങ്ങൾ ദൈവദാസന്മാർ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവരെ ദൈവ സൗഖ്യമായി. അവർക്ക് ഞങ്ങളോട് വലിയ താല്പര്യം തോന്നി. അവർ ഞങ്ങളോട് പറഞ്ഞു, ഈ ഗ്രാമത്തിൽ നിങ്ങൾ ഈ സുവിശേഷം പറയണം, യേശുവിനെ കുറിച്ച് പറയണം. അവർക്ക് അത് സന്തോഷമായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ചില ആഴ്ചകൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. ഈ വിവരം അവിടെയുള്ള RSS പ്രവർത്തകർ അറിയുകയും അതിനെ നിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഒരു ദിവസം നല്ല തണുപ്പുള്ള ജനുവരി മാസം ഞങ്ങള് അവിടെ ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു. ഒരു ചാർട്ടൊക്കെ തൂക്കി. ആ ചാർട്ട് കാണിക്കുന്നത് സുവിശേഷീകരണത്തിന്റെ ഒരു ആ കാലത്തെ ഒരു രീതിയാണ്. ആ ചാർട്ടിൽ ഞാൻ ഇങ്ങനെ വിരൽ ചൂണ്ടി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം RSSകാർ ഞങ്ങളെ വളഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പ്രസംഗം നിർത്താൻ പറഞ്ഞു. ഞാൻ പ്രസംഗം നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, നിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ അപ്പൊ ഒരു കള്ളം പറയേണ്ടതായിട്ട് വന്ന്, കള്ളം അല്ല, ഞങ്ങളൊരു സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ സ്കൂളുകളൊന്നുമില്ല. ഞങ്ങൾ ക്രിസ്തീയ പ്രവർത്തനമാണ്. ആ കൂട്ടത്തിൽ സ്കൂൾ തുടങ്ങി അതിലൂടെയൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്യുവാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞു. അന്നേരം അവർക്കറിയാം ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നോട് ചോദിച്ചു, നീ കള്ളമല്ലേ പറയുന്നത്? നീ സുവിശേഷം പ്രസംഗിക്കുകയല്ലായിരുന്നു, യേശുവിനെ കുറിച്ച് പറയല്ലേ, ക്രിസ്ത്യാനിയല്ലേ, മതപരിവർത്തനത്തിന് വന്നതല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല. ഈ ദേശത്ത് നല്ലൊരു സ്കൂളില്ല, അതുകൊണ്ടൊരു സ്കൂളൊക്കെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ഇവരെന്നെ കള്ളമാണെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും ഇവരെന്നെ ഒത്തിരി പേര്, ഒരു 10-70 പേരോളം എന്നെ വളഞ്ഞു. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്നത് പോലെ തട്ടാനും ഉപദ്രവിക്കുവാനും വളരെ ശക്തമായ പീഡനം അവരെന്റെ മേൽ അഴിച്ചുവിട്ടു. അപ്പൊ തന്നെ അവരെന്നെ കൊല്ലുവാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്ന സ്കൂട്ടറിൽ നിന്ന് തന്നെ അവർ പെട്രോൾ ഊറ്റിയെടുക്കുകയാണ്. അവർ പറയുന്നത് ഞാൻ മനസ്സിലാകുന്നുണ്ട് എനിക്ക്. എന്നെ കൊന്ന്
കത്തിക്കാൻ. സ്കൂട്ടറും എന്നെയും കൂടെ ആ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണ് നമ്മൾ. പെട്ടെന്ന് അത് മനസ്സിലായപ്പോ എന്റെ മനസ്സിലൊരു ഭയങ്കര ഭീതി, ഒരു ഭയം എന്റെ മനസ്സിന്. ഇത്രേ ഉള്ളൂ. എനിക്ക് അന്ന് മോനുണ്ട്, എന്റെ ഭാര്യയുണ്ട്. ഇവർക്ക് തിരിച്ച് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും അവരുടെ കയ്യിലില്ല. ആകെ 50 രൂപ ഉണ്ട്. അത് എന്റെ പോക്കറ്റിൽ, എന്റെ പേഴ്സിലുണ്ട്. ദൈവമേ, എന്റെ ഭാര്യയും കുഞ്ഞും അവരെങ്ങനെ നാട്ടിൽ ചെല്ലും എന്നൊരു ചിന്തയും ഭയവും എന്നെ പിടിച്ചു. ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കി, ദൈവമേ ഈ വിഷയത്തിൽ സഹായിക്കണമേ എന്ന ഭാവത്തിൽ ദൈവത്തിനോട് ചോദിക്കുകയും, പെട്ടെന്ന് മുകളിൽ നിന്ന് എന്റെ ശിരസിലേക്ക് ഒരു കൊട്ട ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ വീഴുന്നതായിട്ട് എനിക്ക് അനുഭവം. എന്തെന്നറിയാത്തൊരു ബലം എന്റെ മേൽ വന്നു. ഇവരെന്നെ ഓരോ അടി അടിക്കുമ്പോഴും ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക. അവർ നിർത്താൻ പറയുമ്പോഴും ഞാൻ ശക്തമായി സുവിശേഷം പറയുക. അവരാൽ ആവോളം എന്നെ ഉപദ്രവിച്ചു. ഒരാള് ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു വിടുമ്പോ അവിടുന്ന് ഒരാൾ തൊഴിച്ച് ഇങ്ങോട്ട്, ഞാൻ താഴെ വീണു. പെട്ടെന്ന് ഒരു ദൈവദൂതനെ പോലെ ആ ഗ്രാമത്തിലെ ഒരു മൂപ്പൻ വന്ന് അവരെ ശകാരിച്ച് നിർത്താൻ പറഞ്ഞു. നീ കൊല്ലാൻ പോവുകയാണെന്ന് ചോദിച്ചു. അവരൊരു കൊല്ലാൻ പോവുകയെന്ന് നിർത്താൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ക്ഷമിക്കണം, അവനെ വിടാൻ പറഞ്ഞു. ആ മനുഷ്യൻ എന്നെ പിടിച്ച് ചോദിച്ചു, ഇനി ഇവിടെ വരുമോ? ഞാൻ പറഞ്ഞില്ല. എന്നാ പൊക്കോ, ഇനി മേലെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഓടിച്ചു. പെട്രോൾ തിരിച്ചൊഴിച്ചു, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു, എന്നെ കയറ്റിയിരുത്തി അവിടുന്ന് ഓടിച്ചു വിട്ടു. അങ്ങനെ ഭയങ്കരമായ ഉപദ്രവത്തിൽ നിന്ന് ദൈവം എന്നെ അവിടുന്ന് രക്ഷിച്ചു. മരണം മുമ്പിൽ കണ്ടതാണ്. എന്നാൽ കർത്താവ് ഞാൻ വായിച്ച വാക്യത്തിൽ പറഞ്ഞതുപോലെ ജാതികൾക്ക് പ്രവാചകനായിട്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ അവിടെ നിവർത്തിയാണ്. എന്റെ അറിവ് അവിടെ ഇപ്പോഴൊരു സഭയുണ്ടെന്നാണ്. ഞാൻ പിന്നീട് അവിടെ പോയിട്ടില്ല. എന്നാൽ കത്ത് മുഖാന്തരം അവിടെയുള്ള ഗ്രാമത്തിലുള്ള എന്നെ അടിച്ച സഹോദരന്മാരുമായിട്ട് ഞാൻ ആ കാലയളവിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നെ ബന്ധപ്പെടുവാനൊന്നും കഴിഞ്ഞു. അപ്പോ കർത്താവിനെ അവിടെ നിന്ന് പിന്നെ എനിക്ക് ആൻഡമാൻസിലേക്കാണ് ട്രാൻസ്ഫർ, IPC വരുന്നത്. ആൻഡമാൻസിൽ ഞാൻ പോയില്ല. പോകാതെ ഇരിക്കുമ്പോ ഗുജറാത്തിലുള്ള ഒരു ബൈബിൾ സ്കൂളിൽ യാദൃശ്യമായിട്ട് ഞാനൊരു വർക്കേഴ്സ് മീറ്റിംഗിൽ സംബന്ധിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഗുജറാത്ത് അഹമ്മദാബാദിനോട് ചേർന്ന് ഖേഡ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്കേഴ്സ് മീറ്റിംഗിൽ സംബന്ധിച്ചു. അതിന് മുഖാന്തരമായി തീർന്നതും എൻ്റെ ഭാര്യ പിതാവ് ആശാരിപദേശിയാണ്. അദ്ദേഹം ബോംബെയിൽ ഒരു ക്രൂസൈഡ് നടത്താൻ വേണ്ടിയിട്ട് ക്രമീകരണം ചെയ്യാൻ എന്നെ ബോംബെക്ക് അയച്ചതാണ്. ഞാൻ ബോംബെയിൽ പോയി ആ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഗാഡ്കൂപ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു ക്രൂസൈഡ് നടന്നു. ആ ക്രൂസൈഡിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് പരസ്യങ്ങളെല്ലാം കഴിഞ്ഞ് അല്പസമയം കിട്ടിയപ്പോൾ ഞാൻ ഗുജറാത്തിൽ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവരുടെ വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെയാണ് ഞാൻ ഈ വർക്കേഴ്സ് മീറ്റിംഗിൽ ചെന്നത്. അവിടെ ചെന്നപ്പോ ഒരു സെഷനിൽ എനിക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം തന്നു. അവിടെ ഞാൻ ഹിന്ദിയിൽ പ്രസംഗിച്ചു. എൻ്റെ ലാംഗ്വേജ് അവിടുത്തെ ബൈബിൾ കോളേജിന്റെ സ്ഥാപകന് ഇഷ്ടപ്പെട്ടു. എന്നോട് ചോദിച്ചു, സാറേ ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് വേണം, നിങ്ങളുടെ ലാംഗ്വേജ് കൊള്ളാം, ഞങ്ങളോടുകൂടെ സഹകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരുന്നു. നാട്ടിൽ വന്ന് ആ വിഷയ സംബന്ധമായിട്ട് ഞാൻ ആൻഡമാൻസിലേക്ക് പോകാതിരിക്കുകയും എനിക്ക് സഭാചാരം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് വിഷയം സംബന്ധിച്ച് ചില ദിവസങ്ങൾ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും കൂടി ഇരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധാനത്തിൽ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഗുജറാത്തിലുള്ള ആ ദൈവമക്കൾ എന്നെ ആ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യണം. ആ സമയത്താണ് പഞ്ചാബിൽ നിന്ന് പാസ്റ്റർ ജേക്കബ് ജോൺ ടീമുമായി ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. ഞാൻ ഉപവസിക്കുന്ന ആ പ്രാർത്ഥനയിൽ അവരും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പഞ്ചാബിൽ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളൂടെ വരിക, അവിടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്, ഒരു സഭയുടെ ചാർജൊക്കെ തരാമെന്ന് പറഞ്ഞു. ഓഫർ കിട്ടി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് പോകാനുള്ള സാമ്പത്തിക നന്മ, എൻ്റെ ഒരു പൈസയില്ല, സാമ്പത്തിക നന്മ അങ്ങ് തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ KP യോഹന്നാന്റെ മൂത്ത ജ്യേഷ്ഠൻ പ്രാർത്ഥനയുടെ 5-ാം ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു കവർ എൻ്റെ തന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാനുള്ള വണ്ടിക്കൂലിയുടെ പൈസയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ആ കവർ തന്നു. ഞാൻ അത് സൂക്ഷിച്ചു.
പ്രാർത്ഥന കഴിഞ്ഞ് ഈ കവറ് ഞാൻ തുറന്നു നോക്കി. എന്നിട്ട് ഞാൻ നേരെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ അന്ന് എൻ്റെ അമ്മയുടെ ഒരു കസിന്റെ ഭർത്താവാണ് റെയിൽവേ സ്റ്റേഷനിൽ മാസ്റ്ററായിട്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറയാം, അച്ഛാ എനിക്ക് 2 സ്ഥലത്ത് പോകണം, ഒന്ന് പഞ്ചാബ്, മറ്റൊന്ന് ഗുജറാത്ത്, അഹമ്മദാബാദ്. എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, ഈ പൈസ എവിടെ ചെല്ലാൻ തികയും എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം കൃത്യമായ പൈസയുടെ കണക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അദ്ദേഹം പൈസയുടെ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് അഹമ്മദാബാദ് വരെ പോകാനുള്ള പൈസ ഉണ്ടെന്ന്. 2 ടിക്കറ്റ്, എനിക്കും ഭാര്യയ്ക്കും പോകാൻ അഹമ്മദാബാദ് വരെ പോകാനുള്ള ടിക്കറ്റിന്റെ പൈസ. ഞാൻ പറഞ്ഞു എടുത്തേക്കാൻ പറഞ്ഞു, ടിക്കറ്റ് എടുത്തേക്കാം. അങ്ങനെ അഹമ്മദാബാദിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ ഇരുന്നു. സമയമായി, അഹമ്മദാബാദിലേക്ക് പോയി. അവിടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയും ഞാനവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു സഭയുടെ പാസ്റ്റർ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ട് വന്നു. ആ സഭയുടെ ചുമതലയും അവിടുത്തെ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങളും ബൈബിൾ സ്കൂളിലെ പഠനവും പഠിപ്പീരും ഒക്കെ ആയിട്ട് 3 വർഷക്കാലം അവിടെ ചെലവഴിച്ചു. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് എൻ്റെ മാതാവ് ഒന്ന് വീണ് പരിക്ക് പറ്റിയത് കൊണ്ട് എൻ്റെ സഹോദരൻ, ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു സഹോദരൻ ഒരു സഹോദരിയാണ്, എൻ്റെ സഹോദരനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയത്തിനുള്ളിൽ സമർപ്പിക്കുകയും അവൻ വടക്കേ ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോവുകയാണെന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു. ഫോണില്ല, കത്തിലൂടെയാണ് ഇടപാടുകളെല്ലാം. എന്നെ അറിയിച്ചത് നിമിത്തം അപ്പോ അവന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാതാവിനെ നോക്കാൻ ആരുമില്ല എന്ന നിലയിൽ ഞാൻ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുകയും നാട്ടിൽ തിരുവല്ല സെന്ററിലെ കർത്താരദാസൻ പാസ്റ്റർ KC ജോണുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം നാട്ടിലേക്ക് പോരുക, ഇവിടെ സഭ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് ഞാൻ വന്ന സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് പിടിക്കുകയും ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളുടെ ഓർഡർ ഇറങ്ങുന്നതിന് മുമ്പ് വേണ്ട രീതിയിൽ KC ജോൺ പാസ്റ്ററുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഒക്കാതെ വന്നതുകൊണ്ട് ആ വർഷവും സഭാ ചാർജ് ലഭ്യമാകുകയില്ല എന്നൊരു നിലവാരം ഉണ്ടായി. എന്നാൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് വന്നതുകൊണ്ട് ദൈവം കൈവിട്ടില്ല. എനിക്ക് പാലക്കാട് നോർത്ത് സെൻട്രലിൽ ഒരു സഭയുടെ ചാർജ് ദൈവം തന്നു. അങ്ങനെ പാലക്കാട് നോർത്ത് സെൻട്രലില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവിടെ ഒരു സഭയുടെ ചുമതല എടുത്തു. ഒരുപാട് പ്രതിസന്ധികൾ അവിടെയൊക്കെ ഉണ്ടായി, അതെല്ലാം ഇപ്പോൾ വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. അതിനുശേഷം കർത്താവ് എന്നെ പുതിയ വേലസ്ഥലങ്ങളിലാണ് അയച്ചത്. ഞാൻ അവിടെ നിന്ന് പിറവം സെൻട്രൽ കടുത്തുരുത്തിക്കടുത്ത് പെരുവ എന്ന സ്ഥലത്ത് ഒരു പുതിയ വേല ആരംഭിക്കാൻ വേണ്ടി കടന്നു വന്നു. പാലക്കാട് നിന്ന് നേരെ അങ്ങോട്ടാണ് വന്നത്. അവിടെയും ആത്മാക്കളൊന്നുമില്ല, തന്നെത്താനെ അവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ചു, ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 1-2 സഹോദരന്മാര് ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ വേണ്ടി കടന്നു വന്നു. ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി വന്നു. അങ്ങനെ അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവിടുത്തെ വേലയ്ക്ക് വേണ്ടിയിട്ട് 7 ദിവസത്തെ ഉപവാസം ഇരിക്കുകയും ആ ഉപവാസത്തിൽ എനിക്ക് ദൈവം ചില വെളിപ്പാടുകൾ ആ പ്രദേശത്തെ വേലയെക്കുറിച്ച് എനിക്ക് തരികയും അപ്രകാരം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറുകയും ചെയ്തിരുന്നു. അവിടെ ഒരു സഭ സ്ഥാപിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. നല്ലൊരു മനോഹരമായ ഒരു ഹോളും പാർസനേജും ഒക്കെ പണിതു. അതെല്ലാം പ്രാർത്ഥിച്ച് ദൈവം അനേക ദൈവമക്കളെ അതിനു വേണ്ടിയിട്ട് ഉത്സാഹിപ്പിച്ച് എന്നെ കൊണ്ട് അവിടെ ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ്. ഏതാണ്ട് 9 വർഷം ഞാൻ ആ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്തു. അവിടെ വെച്ചൊരു അത്ഭുതം നടന്നതുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഒന്നാമത്തെ ഏറ്റവും വലിയ വിഷയം ഞാൻ പറഞ്ഞത് RSSകാരുടെ കയ്യിൽ നിന്ന് മരണത്തിൽ ദൈവം എന്നെ വിളിച്ചു. രണ്ടാമത് ഗുജറാത്തിൽ 1984 ഡിസംബർ മാസം 31-ാം തീയതി വാച്ച് നൈറ്റ് പ്രയറിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഒരു അത്ഭുതം നടക്കുന്നത്. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അത് വാടക വീട്ടിലായിരുന്നു അന്നത്തെ അവിടുത്തെ ആരാധന നടന്നിരുന്നത്. പക്ഷെങ്കിൽ വാച്ച് നൈറ്റ് പ്രയർ അഹമ്മദാബാദ് ടൗണിനടുത്ത് ഉള്ളൊരു ടൗണിന്റെ പുറത്തുള്ള ഒരു ഫ്ലാറ്റിൽ വെച്ചാണ് നടക്കുന്നത്. അവിടേക്ക് ഞാൻ എൻ്റെ ഭാര്യയും അന്ന് എനിക്ക് രണ്ടാമത്തെ മകൻ ജോയൽ ഉണ്ടായി. ഞങ്ങൾ 4 പേരും കൂടെ മോട്ടോർ സൈക്കിളിൽ കർത്തൃമേശയ്ക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരുക്കി പോയി. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ പെട്രോൾ അടിക്കാൻ പൈസയില്ല, ഈ ഉള്ള പെട്രോൾ കൊണ്ട് പോയി വരാൻ ഒക്കുമെന്ന് എനിക്ക് വിശ്വാസവും ഇല്ല.
എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കമച്ച, സാധാരണ വാച്ചിനേറ്റ് പ്രയറിന്റെ സ്തോത്ര കാഴ്ച പാസ്റ്റർക്കുള്ളതാണ്, അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമ്പോ നമുക്ക് പെട്രോൾ അടിക്കാം, ഏതായാലും പോകാം, ആരോടും കടം ചോദിക്കേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, പ്രാർത്ഥന നടന്നു, വാച്ചിനേറ്റ് പ്രയറും കർത്തൃമേശയും എല്ലാം നടത്തി. പുതുവർഷത്തെ 95-നെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. അതിനുശേഷം സന്തോഷത്തോടെ അവരൊരുക്കിയ ചെറിയ സൽക്കാരങ്ങളൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങുന്നതിന് മുമ്പ് സ്തോത്രകാഴ്ച ഞാൻ നോക്കിയപ്പോ ട്രഷാറ് സ്തോത്രകാഴ്ച തന്റെ ബാഗിലിട്ടു. എനിക്ക് മനസ്സിലായി സ്തോത്രകാഴ്ച എനിക്കില്ല. എങ്ങനെ തിരിച്ച് എന്റെ വീട്ടിൽ ചെല്ലുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ ഭാര്യ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ട്രഷാറോട് 100 രൂപ കടം ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാന് വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എടുത്ത ഒരു തീരുമാനമാണ്, ആരോടും കടം ചോദിക്കുക. എനിക്ക് ആവശ്യം ഞാൻ ആരോടും പറയുകയില്ല. ആ തീരുമാനം ലംഘിക്കാൻ പറ്റിയല്ല മോളെ, നമുക്ക് പോകാം. ലിഫ്റ്റ് ഇറങ്ങി ഞാൻ എന്റെ ബൈക്കിന്റെ അടുക്കൽ വന്നു. കർത്തൃമേശയുടെ സാധനങ്ങളും ഞങ്ങളുടെ പുസ്തകവും ഒക്കെ വെച്ച് കൊച്ചുങ്ങളെ രണ്ടുപേരെ ഇരുത്തി ഞാൻ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ താമസിക്കുന്ന സൊസൈറ്റിയിൽ എത്തുന്നതിന് ഒരു 2.5 കിലോമീറ്റർ മുമ്പ് എന്റെ പെട്രോൾ തീർന്നു. രാത്രി 1:45. അവിടെയുള്ള മലയാളികൾ പറഞ്ഞൊരു കാര്യം എനിക്കറിയാം, ഞങ്ങൾ പോകുന്ന വഴി ഇച്ചിരി അപകടം പിടിച്ച വഴിയാണ്, പ്രത്യേകിച്ച് കള്ള നിരോധിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഗുജറാത്തിൽ. അതുകൊണ്ട് ആ മേഖലയിലൂടെ രാത്രി 1 മണിക്ക് ശേഷം ഇതിന്റെ കള്ളക്കടത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സംശയം തോന്നിയാൽ അവർ നമ്മളെ വണ്ടി ഇടിച്ച് നമ്മളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ആ വഴിയെ സൂക്ഷിച്ചു വേണം പോകാൻ എന്നോട് രാത്രിയിൽ പോകാൻ എന്ന് പലരും മലയാളികളായ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്ത് വന്നപ്പോഴാണ് ഈ പെട്രോൾ തീർന്നത്. ഞാൻ ആകെപ്പാടെ പ്രയാസം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല, പെട്രോൾ തീർന്നു, ഇനി 2-2.5 കിലോമീറ്റർ ഉണ്ട്, ഞാൻ എങ്ങനെ എന്റെ വീട്ടിലെത്തും? മണിനഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെട്രോൾ തീർന്ന് ഞാൻ നിൽക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടു. അപ്പൊ എനിക്കൊരു ബുദ്ധി തോന്നി, ഈ വണ്ടി ചരിച്ചിട്ടാൽ കുറച്ച് പെട്രോള് അങ്ങേ സൈഡിൽ കിടക്കുന്നത് ഈ കാർബറേറ്ററിന്റെ ഡെക്കിലോട്ട് വരും. ഞാനങ്ങനെ വണ്ടി ചരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടായി. ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫായി കഴിഞ്ഞ് വീണ്ടും ഞാൻ ചരിച്ചിട്ടു. സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നു. പിന്നെ ഞാൻ കാർബറേറ്ററിന്റെ ട്യൂബ് അഴിച്ചു നോക്കി, ഒരു തുള്ളി പെട്രോൾ അതിനകത്തില്ല. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളുമായിട്ട് ഈ തണുപ്പത്ത് ഈ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതായാലും പോയാലേ ഒക്കുള്ളൂ, നമുക്ക് വണ്ടി ഉരുട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഫ്രണ്ടിലിരുത്തി ഞങ്ങൾ വണ്ടി ഉരുട്ടുകയാണ്. ആ ഭയങ്കര തണുപ്പത്ത് ഞാൻ വേർത്തു, ഞാനങ്ങ് ക്ഷീണിതനായി, ഞാന് കരഞ്ഞുപോയി. ദൈവമേ, ഞാന് വാച്ചിനേറ്റ് പ്രയർ നടത്തിയിട്ട് വരിക, ഈ പാതിര കഴിഞ്ഞ സമയത്ത് അപകടം പിടിച്ച മേഖലയിൽ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഈ ഗതിയിലായല്ലോ, എന്നെ സഹായിക്കുകയില്ലേ എന്ന് ഉച്ചത്തിൽ ദൈവത്തോട് ചോദിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ വണ്ടിയിൽ കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഭാര്യ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടാകാൻ പോവാ, കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, പെട്രോള് കാർബറേറ്ററിന്റെ ട്യൂബ് വരെ ഊരി നോക്കി, അതിനകത്ത് പെട്രോൾ ഇല്ലാതെ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാകുന്നത്? സാമിച്ചാൻ മണ്ടത്തരം കാണിക്കുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട്, എന്റെ 1 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ എന്റെ സ്നേഹിതനായ ഒരു ദൈവദാസന്റെ വീട്, സൊസൈറ്റി, ആള് താമസിക്കുന്ന സൊസൈറ്റി ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീപ്പുണ്ട്, അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ട് വിടും എന്നൊരു ചിന്തയിലാണ് വാഹനം തള്ളുന്നതെങ്കിലും ക്ഷീണിതനായതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞത്. തന്നെയല്ല, ഞാന് പോകേണ്ട സ്ഥലത്ത് ഡൽഹി ബോംബെ ഹൈവേ ക്രോസ് ചെയ്ത് വേണം പോകാൻ. CTM ചാർരാസ്ത എന്ന് പറയും. ആ ഭാഗത്ത് രാത്രി പോലും വെള്ളം ഒഴുകുന്ന പോലെ വണ്ടി വരുന്ന സ്ഥലമാണ്. ആ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ അല്പം സമയം വേണം. അപ്പൊ ഞാന് വണ്ടിയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തന്നുകൊണ്ട് ഞാൻ വണ്ടിയെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ആകുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയും. പക്ഷെങ്കിൽ CTM ചെല്ലുമ്പോൾ സിഗ്നൽ എനിക്ക് ഓക്കെ ആകും. അല്ലെങ്കിൽ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നേരത്തെ എന്റെ ഒരു ചിന്തയാ, ദൈവം പറഞ്ഞ CTM സിഗ്നൽ ഇല്ലേ പോലും എന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പിന്നാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റിയത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, സിഗ്നൽ ക്ലിയർ ആയിരിക്കും, ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് വരെ വണ്ടി ഓഫാകും. പെട്രോൾ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്, നന്നായിട്ട് അറിയാം. സാറാമ്മ എന്റെ വൈഫിനോട് പറഞ്ഞ് കയറി ഇരിക്കാൻ പറഞ്ഞു. വണ്ടി ഒറ്റ കിക്കിന് സ്റ്റാർട്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, വണ്ടി ഓടിച്ചു മതിയാ. ഞാൻ വണ്ടി ഓടിച്ച് CTM ചാർരാസ്തയിൽ വരുമ്പോ ഒറ്റ വണ്ടിയില്ല, സിഗ്നൽ എനിക്ക് വേണ്ടിയിട്ട് ഓൺ ആയിക്കില്ല. ഞാൻ ക്രോസ് ചെയ്യും, എന്റെ സൊസൈറ്റി കയറി എന്റെ വീടിന്റെ വാതിക്കൽ വന്ന് വണ്ടി ഓഫായി. ഇതൊരു അത്ഭുതമല്ലേ?
സ്തോത്രം. പെട്രോൾ ഇല്ലാതെ 2 കിലോമീറ്ററിലധികം എന്റെ വണ്ടി ഓടിയത് ഒരു അത്ഭുതം. അങ്ങനെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പ്രവർത്തികൾ നൂലിൽ കെട്ടിത്തരുമെന്നൊക്കെ പറയുന്നത് കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ എനിക്ക് ഇടയാക്കി. അതിന് പിറ്റേ ദിവസം എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ അന്ന് രാത്രി ദൈവത്തോട് പറയും, ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി നാളെയും പ്രവർത്തിക്കും. നാളെ ബൈബിൾ സ്കൂളിൽ പോകണം, പഠിപ്പിക്കാൻ പോകണം. ദൈവം വഴി തുറക്കണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. വെളുപ്പിനെ എഴുന്നേറ്റു. ബൈബിൾ കോളേജിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തിനാ ഒരുങ്ങുന്നത്? എങ്ങനെ പോകും? വണ്ടിക്ക് ട്രെയിനിന് പോകണമെങ്കിൽ ട്രെയിനിന് പൈസ ഇല്ല, പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ പെട്രോളിന് പൈസ ഇല്ല, പിന്നെ എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, ദൈവം ഇന്നലെ അത്ഭുതം പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കും, പേടിക്കണ്ട. അങ്ങനെ അങ്ങനെ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് TPM സഭയിലെ ഒരു കുടുംബം, ജോണും കുടുംബവും, തങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. രാവിലെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ താമസിക്കുന്ന സൊസൈറ്റി തന്നെയാണ് അവർ താമസിക്കുന്നത്, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ രാവിലെ വന്നിരിക്കുക. അവര് വന്ന് വിളിച്ചു, ഞാൻ കഥ തുറന്നു. അവര് കയറിയിരിക്കാൻ പറഞ്ഞു, കയറിയിരുന്നു. ആഗമന ഉദ്ദേശങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞിന് ഇന്ന് 1 വയസ്സ് തികയാ, പ്രാർത്ഥിക്കണം. ഞാൻ ആ കുഞ്ഞിനെ കയ്യിൽ മേടിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവര് രണ്ടുപേരും ജോലിക്കാരാണ്. അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ജോൺ എൻ്റെ കയ്യിൽ ഒരു കവർ തന്നു. സ്തോത്രം. അതിനകത്ത് 150 രൂപ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, അന്ന് കോളേജിൽ പോകാനും പെട്രോൾ അടിക്കാനും അത്യാവശ്യം ചില കാര്യങ്ങൾ നടത്താനുമുള്ള പൈസ ഉണ്ട്. അത് വാങ്ങി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പെട്ടെന്ന് എൻ്റെ അയൽവാസിയായ ഓട്ടോറിക്ഷക്കാരൻ സഹോദരന്റെ കയ്യിൽ ഒരു കുപ്പി കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് 1 ലിറ്റർ പെട്രോൾ വാങ്ങിക്കൊണ്ട് വരാനുണ്ട്. ഞാൻ പെട്ടെന്ന് പോയി പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ അതൊഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബാക്കി പെട്രോൾ അടിച്ച് ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി നിങ്ങളെ പഠിപ്പിച്ച് മടങ്ങി വന്നു. ഞാൻ പറഞ്ഞത്, ഏതൊരു ആവശ്യം എപ്പോഴുണ്ടായാലും എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാതിരിക്കാൻ ഒക്കാത്ത അതുപോലെ സ്തോത്രം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പുണ്യപ്രവൃത്തിയൊന്നുമല്ല, ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചു എന്നുള്ളതാണ് അതിന് കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വലിയ ഭക്തനായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടൊന്നുമല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അത്ഭുതം കൂടെ ഞാൻ പറയാം. ഞാന് പുതിയ വേലസ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്നാനങ്ങൾ നടക്കാതെ വന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകാൻ സമയമായെന്നാണ് ഞാൻ കരുതുന്നത്. സ്നാനം നടക്കുന്നില്ല. ഒന്നുകിൽ എന്റെ മേഘം പൊങ്ങിയെങ്കിൽ എന്നെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് സ്നാനം നടത്തണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അന്ന് പാസ്റ്റർ ബാബുച്ചെറിയാനാണ് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാമേ, ഇന്ന് എന്നാ പ്രോഗ്രാം? ഞാൻ പറഞ്ഞാ, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ എറണാകുളം വരെ വരണം. ഞാൻ പറഞ്ഞു, അതിനെന്നാ വരാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, 1 ജോഡി ഡ്രസ്സ് കൂടെ എടുത്തോണം. ഞാൻ ഡ്രസ്സും കരുതി. അപ്പൊ ഞാൻ കരുതി 2 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോവുകയാണ്. പോകുന്ന വഴി എന്നോട് പറഞ്ഞു, സാമേ, എനിക്ക് നല്ല സുഖമില്ല, നമ്മൾ ഇന്നൊരു സ്നാനം നടത്താൻ പോവുകയാണ്. ആ സ്നാനം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതെ വന്നാൽ സാമം നടത്തണം. ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല. അങ്ങനെ എറണാകുളത്ത് കർത്താവിന്റെ പാസ്റ്റർ വിൽസൺ ജോസഫിന്റെയും തന്റെ സഹോദരൻ ജോൺസൺ ജോസഫിന്റെയും 2 വീടുകൾ എറണാകുളം ബൈപ്പാസിൽ ഉണ്ട്. ആ ജോൺസൺ ജോസഫിന്റെ വീട്ടിലേക്കാണ് പോയത് ആദ്യം. അവിടെ ചെന്നപ്പോൾ ജോൺസൺ ജോസഫ് പറഞ്ഞു, വിൽസൺ ജോസഫിന്റെ വീടിനകത്തെ പൂളിനകത്ത് ഇതുവരെ സ്നാനം നടത്തിയിട്ടില്ല, അതിനകത്ത് സ്നാനം നടത്താമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ബാബുച്ചെറിയാൻ പാസ്റ്ററാണ് സ്നാനം നടത്തുന്നത്. ബാബുച്ചെറിയാൻ പാസ്റ്ററോട് സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ അടൂര് ഏനാത്തിനടുത്തുള്ള ഒരു ഡോക്ടറുടെ മാതാവ്, മർത്തമക്കാരിയാണ്. അത് തനിക്കൊരു ദർശനമുണ്ടായി, താൻ സ്നാനപ്പെടുന്നതായിട്ട്. അത് വടക്കോട്ട് യാത്ര ചെയ്ത് ഒരു വീടിനകത്തെ സ്വിമ്മിംഗ് പൂളിലാണ് സ്നാനപ്പെടുന്നത്. അപ്പോ ആ സ്നാനകുളത്തിൽ സ്നാനപ്പെടുത്തുന്ന പാസ്റ്ററെ ആ അമ്മച്ചി ദർശനം കണ്ടു. അത് ബാബുച്ചെറിയാനല്ല, ഞാനാ. പക്ഷെങ്കിൽ ബാബുച്ചെറിയാനാണ്
ആ സ്നാനം നടത്താൻ ഏറ്റിരിക്കുന്നു. അപ്പൊ അമ്മച്ചി തന്റെ മക്കളും കൂടെ സ്നാനം ഏൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ബാവുച്ചെറിയാൻ പാസ്റ്റർ സ്നാനത്തിന്റെ ക്ലാസ് എടുക്കുകയാണ്. ഈ സമയത്ത് കല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഒരു ഫാമിലി സ്നാനപ്പെടുവാൻ വരാനുണ്ട്. അവരെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാവുച്ചെറിയാൻ പാസ്റ്റർ എന്നെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി അവരെ കളക്ട് ചെയ്തുകൊണ്ട് വരുമ്പോ ഈ അമ്മച്ചി അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദർശനം കണ്ട പാസ്റ്റർ അല്ല ഇത്. ഞാൻ ദർശനം കണ്ട പാസ്റ്റർ താടി വെച്ച ആളാണ്. അദ്ദേഹത്തിന് ചെവിയൽ, എനിക്കിങ്ങനെ ചെവിയൽ അന്ന് ഈ രോമം ഒത്തിരി വലുതായി നിൽക്കും, രോമമുണ്ട്. ഒരു വെളുത്ത പാസ്റ്ററാണ്. ഞാൻ കണ്ട പാസ്റ്റർ അല്ല ഈ ക്ലാസ് എടുക്കുന്ന, ഇദ്ദേഹം അല്ല എന്നെ സ്നാനപ്പെടുത്തുന്നത്. അമ്മച്ചി ബൈബിൾ ക്ലാസ് ശ്രദ്ധിക്കുന്നതില്ല. അമ്മച്ചിയുടെ ശ്രദ്ധ ഞാൻ കണ്ട ആളല്ല ഇത്. ഞാന് ഈ സഹോദരങ്ങളെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. ബൈബിൾ ക്ലാസ്സിന് ഞാനും കയറിയിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ബാവുച്ചെറിയാൻ പാസ്റ്റർ പറയുകയാണ്, അമ്മച്ചി ഞാനാണ് അമ്മച്ചിയെ സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് എന്റെ സ്നേഹിതൻ പാസ്റ്റർ സാം, അദ്ദേഹമായിരിക്കും അമ്മച്ചിയെ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ അമ്മച്ചി എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ബാവുച്ചെറിയാൻ പാസ്റ്റർ ഭാര്യയോട് ചോദിച്ചു, ആ പാസ്റ്ററുടെ ചെവിയിൽ രോമമുണ്ടോ? അന്നേരം ബാവുച്ചെറിയാൻ പാസ്റ്റർ ഭാര്യ പറഞ്ഞു, ഇഷ്ടം പോലെ ഉണ്ടെന്നോ. അമ്മച്ചി ഒന്നും വേണ്ടിയില്ല. അന്ന് അമ്മച്ചിക്ക് 80 വയസ്സിൽ അധികം ഉണ്ടെന്നാണ് എന്റെ തോന്നൽ. അമ്മച്ചിയുടെ കാലിലെ മുട്ട് വഴങ്ങുകയില്ല, നല്ല വണ്ണമുള്ള അമ്മച്ചിയാണ്. മർത്തോമായിലെ ഉപദേശിയും ഞാനും അമ്മച്ചിയുടെ മകൻ ഡോക്ടറും ഞങ്ങൾ 3 പേര് ഈ അമ്മച്ചിയെ സ്നാനപ്പെടുത്താൻ വേണ്ടിയിട്ട് കുളത്തിലിറങ്ങി, ആ സ്നാന പൂളിലിറങ്ങി. അങ്ങനെ അമ്മച്ചിയെ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നാനം കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചി എന്റെ മുഖത്തേക്ക് അടുത്ത് നോക്കി ചിരിച്ചിട്ട് കയറിപ്പോയി. മറ്റുള്ളവരെ കൂടെ സ്നാനപ്പെടുത്തി. ഞാനും കയറി വന്ന് ജോൺസൺ ജോസഫിന്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോ അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ ക്ലാസ് എടുത്തെങ്കിലും ഞാനെല്ലാം ശ്രദ്ധിച്ചില്ല. എന്റെ ശ്രദ്ധ മുഴുവനും എന്നെ സ്നാനപ്പെടുത്തുന്നത് പാസ്റ്റർ എവിടെയാണെന്ന്. എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്. ഞാൻ കണ്ടു, അത് അതുപോലെ സംഭവിച്ചു. അപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താണെന്നറിയാം, എന്നെ വേലയ്ക്ക് വിളിച്ച കർത്താവിന്റെ വിളിയെ ഞാൻ ഒന്നുകൂടെ സ്ഥിരീകരിപ്പാനിടയായി. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് സ്നാനം നടത്തണം. ഇവിടുത്തെ വേല തീർന്നെങ്കിൽ എനിക്ക് സ്നാനം തീർന്നെങ്കിൽ എന്നെ ഇവിടുന്ന് അയക്കണം, ഇല്ലെങ്കിൽ എനിക്ക് സ്നാനം നടത്തണം. ആ ആഴ്ചയിൽ തന്നെ ദൈവം എനിക്ക് വേണ്ടിയിട്ടുണ്ട് വഴി തുറന്നു. അപ്പോ ദൈവത്തോട് കൂടുതൽ സ്നേഹവും ദൈവം എന്നെ അറിയുന്നെന്നും ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരത്ഭുതം. മറ്റൊരു അത്ഭുതം ഞാൻ പറഞ്ഞു വന്ന, ഞാൻ പെരുവിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഇളയ മകളുണ്ടാകുന്നത്. അവിടെ സർജറി സിസേറിയനായിരുന്നു. 40ാമത്തെ ദിവസം ഞാൻ എന്റെ വാടക വീട്ടിൽ പാസനേജിലേക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനുമായിട്ട് വന്നു. അതുപോലെ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ അവള് സർജറി ചെയ്തതാണ്, അവൾക്ക് വേണ്ട പരിചരണം കൊടുക്കണം, നീ അവളെ കൊണ്ട് പോയാൽ അത് കൊടുക്കാൻ ഒക്കുകയില്ല, അതുകൊണ്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് അവളെയും പിള്ളേരെയും കൊണ്ട് എന്റെ പാസനേജിൽ വന്നു. വാടക വീടാണ്. അവിടെ വന്നപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അവളെ വിടുകയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരുമെന്ന്. അങ്ങനെ എന്റെ അമ്മയും കൂടെ വന്നു. എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്റെ വീട്ടിൽ ആരും അറിയരുതെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നുകൊണ്ട് അമ്മ വരാൻ ഞാൻ വിലക്കിയെങ്കിലും എന്റെ അമ്മ നിർബന്ധമായിട്ട് കണ്ടു. ദൈവങ്ങളെ എന്റെ അമ്മ വന്നു. 40ാമത്തെ ദിവസമാണ് ഇവരെ കൂട്ടിക്കൊണ്ട് ഞാൻ പാസനേജിൽ വരുന്നത്. എന്റെ മോളുണ്ടായി 40ാമത്തെ ദിവസം. 45ാമത്തെ ദിവസം എന്റെ വീട്ടിലെ ആഹാരം എല്ലാം തീർന്നു. പാലില്ല, കാപ്പിപ്പൊടിയില്ല, തേയിലയില്ല, പഞ്ചസാരയില്ല, ആഹാരത്തിന് ഒരു സാധനമില്ല. എന്റെ അമ്മയുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷയം. എന്റെ ഭാര്യയും പിള്ളേരുകളൊക്കെ ആണെങ്കിൽ ഞാൻ അത്രയൊക്കെ അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായില്ല. അമ്മ ഇത് അറിഞ്ഞല്ലോ എന്നൊരു ഭാരം എനിക്കുണ്ടായി. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നമ്മൾ ഒരുമിച്ച് പട്ടിണി കിടന്നു. പക്ഷെ ഈ പെങ്കൊച്ച് പ്രസവിച്ച വയറാണ്, അവളിൽ നിന്ന് പാല് കുഞ്ഞു കുടിക്കുന്നുണ്ട്, അവൾക്ക് ഇച്ചിരി കഞ്ഞി വെച്ച് കൊടുക്കണം. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 3ാമത്തെ ദിവസം എന്റെ അമ്മ എന്നോട് കർശനമായിട്ട് പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയി 1 കിലോ അരി മേടിച്ചോണ്ട് പോവാ, ഞാൻ കഞ്ഞി വെച്ച് ഇവർക്ക് കൊടുക്കാം. ഞാൻ പറയാം, അമ്മേ ഞാന് വേലയ്ക്ക് ഇറങ്ങിയപ്പോ ഒരു തീരുമാനം എടുത്തിരുന്നു, കടം മേടിക്കുകയില്ലെന്ന്. ഞാൻ ആരോടും കടം ചോദിക്കുകയില്ല. ആക്കെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുക, അമ്മേ പ്രാർത്ഥിരെ, ദൈവം പ്രവർത്തിക്കുക. എന്നോട് അമ്മ പറഞ്ഞു, മോനെ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഇതെനിക്ക് കാണാൻ വയ്യ, നീ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം, കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണം, നീ എന്തെങ്കിലും ചെയ്തേ വെക്കുള്ളൂ. ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു കാറ് വിളിച്ച് എന്നെ ഈ കുഞ്ഞുങ്ങളെയും ഇവിടെയും കൂടെ വീട്ടിൽ വിട, അവിടെ ചെന്ന്
അച്ഛനോട് പൈസ മേടിച്ച് ഞാൻ കാർകൂലി കൊടുത്തോളാം എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അപ്പോ ഞാന് പറഞ്ഞു, ഇല്ല അമ്മ, അത് എൻ്റെ അച്ഛൻ അറിയും, അത് എൻ്റെ അച്ഛന് പ്രയാസമാകും. അത് തന്നെയല്ല, എല്ലാവരും അറിഞ്ഞാൽ എൻ്റെ ദൈവത്തിന്റെ നാമത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല. പട്ടിണി കിടന്ന് ചാകുകയാണ്, ഇവിടെ കിടന്ന് ചാകണം, ഇല്ലെങ്കിൽ കർത്താവ് വഴി തുറക്കും. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു കരഞ്ഞു കിടന്നുറങ്ങി. എൻ്റെ ഭാര്യ പരാതികളൊന്നും പറയുകയില്ല. അവള് ആശാരിപ്രദേശത്തിന്റെ മോളായതുകൊണ്ട് അതിന്റെ തീക്ഷ്ണത അവൾക്കൊണ്ട്. സ്തോത്രം. എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാന് അവിടെ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 10:30 മണി കഴിഞ്ഞു. ഞാൻ താമസിക്കുന്ന വാടക വീടിന്റെ മുകളിൽ ഒരു കാർ കൊണ്ടു നിർത്തി 4 ഡോറും തുറന്നടച്ചു. അപ്പൊ അതിന്റെ തൊട്ടു മുകളിലെ വീട്ടിൽ അവരിങ്ങനെ കാർ രാത്രി വരാറുണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ വന്നതായിരിക്കുമെന്ന് കരുതി. പെട്ടെന്ന് ഈ കാറിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാര് ഞാൻ താമസിക്കുന്ന അവിടേക്ക് ഇറങ്ങി വരികയാണ്, സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. പെട്ടെന്ന് ഞാൻ കഥ തുറന്ന് നോക്കിയപ്പോ ഒരു യാക്കോബ ഫാമിലിയാണ്. അവിടുത്തെ പ്രബലമായ ഒരു യാക്കോബ കുടുംബത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനായ ഒരു നല്ലൊരു ഒരു മനുഷ്യൻ. അദ്ദേഹവും തന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൊട്ടയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു കെറ്റിലുണ്ട്, 2 കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഓരോ കവറുണ്ട്. അവരിറങ്ങി വന്നിട്ട് നേരെ എൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് ആ സഹോദരൻ പറയാണ്, ഉപദേശി ക്ഷമിക്കണം, ഞങ്ങൾ ഇച്ചിരി താമസിച്ചു. ഞാൻ ചോദിച്ചു അതല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്റെ ബർത്ത്ഡേക്ക് അവിടെയുള്ള മേഴ്സി ഹോം അനാഥശാലയിൽ ആഹാരം കൊടുക്കുക പതിവാണ്. ആ സഹോദരൻ മരിച്ചുപോയി, ആക്സിഡന്റിൽ മരിച്ചു. ആ സഹോദരന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവര് എല്ലാ ബർത്ത്ഡേക്കും ആ മേഴ്സി ഹോമിൽ ആഹാരം കൊടുക്കുക പതിവാണ്. അപ്പൊ അവര് വീട്ടിൽ പറഞ്ഞു പോലും ഈ പ്രാവശ്യത്തെ ആഹാരം മേഴ്സി ഹോമിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പെന്തക്കോസ്തിലെ ഉപദേശിക്ക് ആദ്യം കൊണ്ട് കൊടുത്തിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മേഴ്സി ഹോമിൽ ഒരു ടൈമുണ്ട്. അവിടെ ചെന്ന് ഡോക്ടർമാർ ആഹാരം പരിശോധിക്കണം, അതിനുശേഷമേ ആഹാരം കൊടുക്കാൻ ഒക്കുള്ളൂ. അതിനുശേഷം സമയം കഴിഞ്ഞാൽ പിന്നെ അവരത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയി ഉപദേശിക്കുള്ളതെല്ലാം വണ്ടിയിൽ വെച്ചിരുന്നു. അവിടുന്ന് എല്ലാം വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമായി, ദയവായിട്ട് ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അവരോട് വർത്താനം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ എടുക്കണ്ടേ, ചായ വേണോ കാപ്പി വേണോ? ഇത് ചോദിക്കുമ്പോഴും ചായക്കോ കാപ്പിക്കോ ഉള്ള യാതൊരു സാധ്യതയും എൻ്റെ വീട്ടിലില്ല. പക്ഷെങ്കിൽ അവർ പറഞ്ഞു എല്ലാം ഞങ്ങൾ കഴിഞ്ഞാ വന്നത്, ദയവായിട്ടൊന്നും എടുക്കണ്ട, ഞങ്ങൾ ഇനി താമസിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞ് പ്രാർത്ഥന ചെയ്യാനാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ 19 വർഷം ഞാൻ അനുഭവിച്ച പട്ടിണി തീർന്ന ദിവസമാണ്. അതിൽ പിന്നെ ഇതുവരെയും ഒരു നേരം പോലും ഉപവാസം ഇരുന്നതല്ലാതെ പട്ടിണി ഇരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞങ്ങളുടെ പട്ടിണി തീർന്നു. ആ അപ്പവും ഇറച്ചിക്കറിയും പഴവും കേക്കും ഏതാണ്ട് ഒരാഴ്ചത്തേക്കുള്ള ആഹാരം ഞങ്ങളുടെ വീട്ടിൽ ദൈവം കാക്കയെ വിട്ടതുപോലെ കൊടുത്തയച്ചു. അങ്ങനെ അന്ന് എൻ്റെ പട്ടിണി തീർന്നു. അവിടത്തിന് ശേഷമായിട്ട് ദൈവം ഞങ്ങളെ ആ വേലസ്ഥലത്ത് നിന്ന് IPCയുടെ ആരംഭകാല സഭയായിരിക്കുന്ന റാന്നി വെസ്റ്റ് സെൻട്രലിലെ നെല്ലിക്കമൺ താബോർ IPCയിലേക്ക് ദൈവം എന്നെ അയച്ചു. എൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല, ദൈവത്തിന് വേണ്ടി ഇന്നലകളിൽ നിന്നത് കൊണ്ട് ദൈവം എന്നെ മാനിച്ചതായിരിക്കാം. ദൈവം എന്നെ അവിടേക്ക് അയച്ചു. കൃപയാൽ അവിടെ 3 വർഷക്കാലം ശുശ്രൂഷിപ്പാൻ ദൈവം അവസരമൊരുക്കി. അന്ന് മുതൽ സാമ്പത്തികമായ നന്മകൾ ദൈവം ധാരാളമായി എൻ്റെ കയ്യിൽ തരുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം കുമ്മനാട് എലീം ചർച്ചിൽ 4 വർഷക്കാലം ശുശ്രൂഷിച്ചു. അവിടെ നിന്ന് കേരളത്തിലെ വലിയ സഭയാണ് ഈ സഭകളൊക്കെ. തിരുവല്ല സെൻട്രലിലെ ആഞ്ഞിലിത്താനം എന്ന വലിയ സഭയിലേക്ക് ദൈവം എന്നെ അയച്ചു. അവിടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് 5 വർഷക്കാലം അവിടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി. അവിടെ നിന്ന് ദൈവം എന്നെ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ താബോർ IPCയിലേക്ക് അയച്ചു. അവിടെയും കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. അവിടെ നിന്ന് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് പുല്ലുകുത്തി എന്ന സ്ഥലത്താണ്, മല്ലപ്പള്ളിക്കടുത്ത് പുല്ലുകുത്തി എന്ന സ്ഥലത്താണ് ശുശ്രൂഷിക്കുന്നത്. ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് 3 മക്കളെയാണ് തന്നിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മൂത്ത മകൻ ജോബി, അവരുടെ ഭാര്യയുടെ പേര് സോന. അവര് കുടുംബമായിട്ട് അയർലൻഡിൽ ജോലി ചെയ്യുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുത്തു. രണ്ടാമത്തെ മകൻ ജോയൽ, അവർ കുടുംബമായിട്ട് മാലിദ്വീപിൽ ജോലിയായിരുന്നു. മോള് ഈ കഴിഞ്ഞ മാസം അയർലൻഡിലേക്ക് പോയി. മോൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി, കാലൊടിഞ്ഞ് ഭവനത്തിലായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്, അവനിവിടെ ഉണ്ട്. അവനും താമസിക്കാതെ അയർലൻഡിലേക്ക് പോകും. എൻ്റെ ഇളയ മകൾ ജെമി, അവള് സുവിശേഷ വേലയിലാണ്.
അവളുടെ ഭർത്താവ് സാം മാത്യു വയനാട്. അദ്ദേഹം പത്തനാപുരത്ത് ലീവ് വേക്കൻസിയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഡീമിൻ സെക്കൻഡ് ഇയർ ഫൈനലി ചെയ്തു. അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇപ്പോൾ IPCയുടെ VBSന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാവേലിക്കര ഒരു സഭയിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പാസനേജിലാണ്. എങ്കിലും എനിക്ക് ദൈവം ഒരു ഭവനം തന്നു. അത് ആഞ്ഞിലിത്താനത്താണ്. ആ ഭവനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവം ഇത്രത്തോളം ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തിയ എല്ലാ വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വായിച്ച വേദഭാഗത്തിൽ ദൈവം എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വയറ്റിൽ വെച്ച് തന്നെ വിളിച്ചു. എന്നാൽ പ്രായമായപ്പോ അയ്യോ കർത്താവേ അത് വേണ്ട എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞെങ്കിലും ദൈവം എന്നോട് പറഞ്ഞതാണ്, വേണ്ട എന്ന് നീ പറയരുത്. അങ്ങനെ ദൈവം എന്നെ വിളിച്ചു വേലയ്ക്കാക്കി വിശ്വസ്തയോടെ നാളിതുവരെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഏകദേശം 42ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് എനിക്ക് അവസരമൊരുക്കി. അതെല്ലാം ഓർത്ത് ദൈവത്തിന്റെ എല്ലാവിധ നടത്തിപ്പുകളും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസൻ ദാനിയൽ ജോൺ അവരോടും പ്രത്യേകിച്ച് ഇതിന് കാരണമായി തീർന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നെല്ലിക്കമൺ IPC ശുശ്രൂഷിക്കുമ്പോൾ അവിടെയുള്ള ഒരു സഹോദരി പെട്ടെന്ന് ട്യൂമറിനാൽ ബാധിതയായി. അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അവൾക്ക് ലഭ്യമായ സൗഖ്യം ത്തെക്കുറിച്ച് അവൾ ആരോമ TVയിൽ സാക്ഷി പറഞ്ഞത് നിമിത്തമാണ് കർത്താവിന്റെ ദാസൻ എന്നോട് കോണ്ടാക്ട് ചെയ്തത്. ദൈവം അവളെ സൗഖ്യമാക്കി. അവൾ പറഞ്ഞ സാക്ഷ്യത്തിലൂടെയാണ് എന്നെ ശ്രദ്ധിച്ചത്. നിങ്ങൾ ഇത്രയും സമയം എന്റെ സാക്ഷ്യം ശ്രദ്ധിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഇതുവരെ ഞങ്ങളെ നടത്തി ഇത്രത്തോളം പുലർത്തിയ ദൈവത്തിന്റെ അളവറ്റ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് ദൈവിക പ്രവർത്തികൾ ഞങ്ങളുടെ ക്രിസ്തീയ പ്രവർത്തന മേഖലയിൽ ദൈവം അയച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചോളൂ. രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് വിടുതലുകൾ കാണുവാൻ കർത്താവ് ഇടയായിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യം എന്നെ ശ്രമിച്ച മാന്യ ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ. വളരെ ഹൃദയസ്പർശിയായ, അനുഗ്രഹീതമായ, വളരെ ശാന്തമായി സംസാരിച്ച ആ നല്ല സാക്ഷ്യം, നല്ല ചിന്തകൾ, നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PV ആശാരിയുടെ മരുമകൻ എന്ന് പറയാൻ പറ്റത്തില്ല, മകൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലിലേക്ക് ആമേനെ കർത്താവ് ഒരു ജീവിതം ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വേണം പറയാൻ. കാരണം കർത്തൃദാസന്റെ മാതാപിതാക്കന്മാർക്ക് മക്കളില്ലാതിരുന്ന സമയത്ത് ആമേനെ ദൈവസന്നിധിയില് കർത്തൃദാസൻ പാസ്റ്റർ PV ആശാരിയുടെ ശുശ്രൂഷയില് സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ദൈവഭൃത്യന്റെ കൈവപ്പിനാൽ, പ്രാർത്ഥനയാൽ, അനുഗ്രഹത്താൽ ഒരു മകൻ ഉരുവാകുകയും ചെയ്തു. ആ മകനിടന്റെ പേര് എന്താണെന്ന് പറഞ്ഞു, ആ മകനാണെന്ന് പറഞ്ഞു. ആ നിലയിലൂടെ ഈ ഭൂമിയിലേക്ക് ജന്മം കൊണ്ട ഒരു വ്യക്തി എന്നുള്ളത് നിലയിൽ മാത്രമല്ല, 3 വയസ്സായിരിക്കുമ്പോൾ തന്നെ ആ ദൈവദാസന്റെ മകളെ കൊണ്ട്, ആ ദൈവദാസൻ ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് ഭയങ്കര രസകരമായി തോന്നി. അദ്ദേഹത്തിന്റെ മകളെ ചെന്ന് കണ്ടില്ല. ആ മകൾ ജനിച്ചു എന്നുള്ള വിവരം ടെലിഗ്രാമിലൂടെ അറിഞ്ഞപ്പോൾ ദൈവദാസന്റെ ഭവനത്തിൽ വന്നിട്ട് മകൻ സാമിനെ കൊണ്ട് എന്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് വിവാഹം നിശ്ചയം ചെയ്യിച്ച് ഉറപ്പിച്ചതിന് ശേഷം പോയതായ ആ ഒരു ധീര പോരാളിയായ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഏലിയാവ് എന്നറിയപ്പെടുന്ന ആ ദൈവ മനുഷ്യനെയൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തീഷ്ണതയും അദ്ദേഹത്തിന്റെ ആ സമർപ്പണവും ഉത്സാഹവും കർത്തൃദാസനിലും ആ കുടുംബത്തിലും ഒക്കെ ഇന്നും കാണുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാം പാസ്റ്ററിന്റെ ജീവിതത്തിലെ ഒത്തിരി നല്ല അനുഭവങ്ങൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്ന ആ നല്ല ഓർമ്മകൾ, സുവിശേഷ വിരോധികളുടെ പീഡനം ഒക്കെ നേരിട്ട് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ തിക്താനുഭവങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചു. എങ്കിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ, ശക്തമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, അതുപോലെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഈ നാളുകളിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും നാളുകളായി ദൈവം ശക്തമായ വിവിധ മേഖലകളിൽ ഐക്യം ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വാത്സല്യ ദൈവദാസന്റെ സാക്ഷ്യം ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാവുകയില്ല, ഒരുപക്ഷെങ്കിൽ കേട്ടിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുത്തൻ ഉണർവ്, ഒരു പുതിയൊരു അനുഭവമായി തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ദൈവ പൈതലിനെ കുറിച്ച്, അല്ലെ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തും ആ ഭവനത്തിലും അല്ലെ ആ കുടുംബത്തിലും എങ്ങനെ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ദൈവം മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവഹിതപ്രകാരമാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നാം വരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. സെക്കറിയ പ്രവാചകൻ ഈ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ സെക്കറിയ പുരോഹിതൻ എലിസബത്തിനും സെക്കറിയാവിനും മകനില്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ആ ദൈവ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ദൈവത്തിന്റെ ആലോചന പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. സ്നാപക യോഹന്നാന്റെ ജനനവും അതിനോടനുബന്ധിച്ചുള്ളതായ ശുശ്രൂഷകളെ കുറിച്ചും എല്ലാം ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെ യോഹന്നാൻ ഈ ഭൂമിയിൽ ജനിക്കുവാനും യേശുവിന് മുന്നോടിയായിട്ട് ഈ ഭൂമിയിൽ കർത്തൃ ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ളതായ ദൈവീയ പദ്ധതി ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അത് അതുപോലെ സംഭവിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പരമേൽപ്പിക്കാം. കർത്താവ് എത്ര വലിയവൻ, എത്ര വലിയവൻ. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അങ്ങയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങ് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറകളിൽ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും, അതിനുള്ള അവസരങ്ങളുണ്ട് കർത്താവെ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ സാക്ഷ്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരോടും ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് അതുകൊണ്ടാണ് ഈ ദൈവദാസനിലൂടെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മളെ കേൾപ്പിക്കുവാൻ കൊണ്ടുകൂടിയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. അങ്ങ് എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ ആത്മാവ് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ പ്രശ്നത്തിന്റെ മേല് ഒരു പരിഹാരമായി, വിടുതലായി, സൗഖ്യമായി, ആരോഗ്യമായി, സന്തോഷമായി, സമാധാനമായി അവിടെ നിവർത്തിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പി വി സാമുവൽ പാസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം, രാവിലെ കാലം അരോമ ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കർത്താവേ, ശ്രോതാക്കളായ ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാരുടെ മുമ്പാകെ അങ്ങ് അടിയന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിപ്പാൻ, നടത്തിയ വഴികളെ കുറിച്ച് ഓർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. യോഗ്യതകളൊന്നും ഇല്ലായിരുന്ന എന്നെ കർത്താവ് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അത്ഭുതത്തിന്റെ വഴികളിലൂടെ നടത്തിയപ്പോഴായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഇത്രത്തോളം കൂടുന്ന ദയക്കായി നന്ദി കരേറ്റുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം അടിയന്റെ സാക്ഷ്യം കേട്ടതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ പല വിഷയങ്ങളുടെ മുമ്പാകെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, തീരുമാനമെടുക്കുവാൻ മടിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ സ്തോത്ര സാഹചര്യങ്ങൾ തടസ്സമായി നിൽക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് അതിനെല്ലാം മാറ്റി കർത്താവിന് വേണ്ടി അവരെ ഒരുക്കിയെടുക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കും. കർത്താവെ, ഈ പ്രോഗ്രാമിന് വേണ്ടി ദൈവത്തോടെ പ്രത്യേകമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവദാസൻ ദാനിയേൽ ജോണിനെയും കുടുംബത്തെയും തന്റെ സഹപ്രവർത്തകരെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ക്രിസ്തുവിൽ ബലപ്പെടുവാനും ധൈര്യപ്പെടുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാനും ഈ പ്രോഗ്രാം നിമിത്തം കർത്താവ് മുഖാന്തരമാക്കണമേ. ഒരു ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. ഇന്ന് പകൽക്കാലം ഈ പ്രോഗ്രാമിലൂടെ, അടിയന്റെ സാക്ഷ്യത്തിലൂടെ അടിയങ്ങളെ ശ്രമിച്ച ഏവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുഖാന്തരമായി തീർന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാണ്. ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യും.
പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. 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 വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി വി സാമുവൽ അവറുകൾ ഇത്രത്തോളം സമയം സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ദയവായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രയോജനപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് ഇത് ഒരു വഴിത്തിരിവായി തീർന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ മറുപടിയും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com